രാത്രിയുടെ നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് നീലാംബരിയുടെ നിലവിളി ആ വലിയ തറവാട്ടിൽ മുഴങ്ങി. വിയർത്തു കുളിച്ചുണർന്ന അവൾ വിറയ്ക്കുന്ന കൈകളോടെ ബെഡ്ലാമ്പ് തെളിയിച്ചു. മുറിക്കുള്ളിൽ വല്ലാത്തൊരു തണുപ്പ് പടർന്നിരുന്നു. അവൾക്കറിയാം താൻ ഒറ്റയ്ക്കല്ല. ആരുടെയോ ശ്വാസമെടുപ്പ് തൻ്റെ കഴുത്തിന് പിന്നിൽ അവൾ അനുഭവിക്കുന്നു. പതുക്കെ തലതിരിച്ച് നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല. പക്ഷേ കട്ടിലിൻ്റെ ഒരു വശം ആരോ ഇരിക്കുന്നത് പോലെ താഴ്ന്നിരിക്കുന്നു. പെട്ടെന്ന് കാറ്റിൽ ലയിച്ചെന്ന പോലെ ഒരു ശബ്ദം അവളുടെ കാതുകളിൽ പതിച്ചു. നീ എൻ്റേതാണ് നീലാംബരി, എനിക്ക് മാത്രമുള്ളവൾ. മറ്റൊരുത്തനും നിന്നെ തൊടാൻ ഞാൻ അനുവദിക്കില്ല. ഭയത്താൽ അവളുടെ തൊണ്ട വരണ്ടു. ജനലിലെ കർട്ടനുകൾക്കിടയിലൂടെ നീല നിറമുള്ള കണ്ണുകളുള്ള ഒരു നിഴൽ രൂപം പതുക്കെ തെളിഞ്ഞു വന്നു. അവൻ്റെ ചുണ്ടിൽ ക്രൂരമായ ഒരു പുഞ്ചിരിയുണ്ടായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ടവർ ഓരോരുത്തരായി മരിച്ചു വീണത് ഈ രൂപത്തിൻ്റെ കൈകളാലാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം നീലാംബരിയുടെ ബോധം മറന്നു. ആ വലിയ തറവാട്ടിലെ ജനാലച്ചില്ലുകൾ കാറ്റിലെന്ന വണ്ണം വിറച്ചുകൊണ്ടിരുന്നു. ബോധം തെളിഞ്ഞപ്പോൾ നീലാംബരി കണ്ടത് തൻ്റെ മുറിയിലെ തറയിൽ ചിതറിക്കിടക്കുന്ന കുപ്പിച്ചില്ലുകളാണ്. കൈത്തണ്ടയിൽ ആരോ ബലമായി പിടിച്ച് വലിച്ചതുപോലെയുള്ള ചുവന്ന പാടുകൾ തെളിഞ്ഞു നിൽക്കുന്നു. അവൾ പതുക്കെ എഴുന്നേറ്റു. തല കറങ്ങുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് അവളുടെ കണ്ണുകൾ ആ കാഴ്ചയിൽ ഉടക്കിയത്. കട്ടിലിനരികിലെ ടീപ്പോയിൽ ഒരു സ്വർണ്ണ മോതിരം. അത് വിച്ചുവിൻ്റേതായിരുന്നു. നീലാംബരിയുടെ വിവാഹം നിശ്ചയിച്ചിരുന്ന വിശ്വനാഥൻ. തലേ ദിവസം രാത്രി വീട്ടിലേക്കുള്ള യാത്രക്കിടയിൽ അജ്ഞാതമായ ഒരു വാഹനാപകടത്തിൽ വിച്ചു കൊല്ലപ്പെട്ട വാർത്ത കേട്ടാണ് അവൾ തളർന്നു വീണത്. പക്ഷേ ആ മോതിരം ഇപ്പോൾ ഇവിടെ എങ്ങനെ വന്നു? പോലീസുകാർ പറഞ്ഞത് വിച്ചുവിൻ്റെ ശരീരം തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധം തകർന്നുപോയി എന്നാണ്. മോതിരത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന രക്തം അപ്പോഴും ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അത് കണ്ടതും നീലാംബരിയുടെ ഉള്ളിൽ ഒരു മിന്നൽ പിണർ പാഞ്ഞു. വിച്ചു, അവൾ വിതുമ്പി. അവനിനി വരില്ല നീലാംബരി. മുറിക്കുള്ളിലെ ഇരുട്ടിൽ നിന്ന് ആ ശബ്ദം വീണ്ടും മുഴങ്ങി. ഇത്തവണ അത് വെറുമൊരു തോന്നലായിരുന്നില്ല. കണ്ണാടിക്ക് മുന്നിൽ ഒരു നീല വെളിച്ചം പടർന്നു. അതിനുള്ളിൽ നിന്ന് ഒരു രൂപം പതുക്കെ പുറത്തേക്ക് വന്നു. സുന്ദരമായ മുഖം, പക്ഷേ കണ്ണുകളിൽ മനുഷ്യൻ്റേതല്ലാത്ത ഒരു തിളക്കം. അവൻ്റെ വസ്ത്രങ്ങൾ പഴയകാലത്തെ പ്രഭുക്കന്മാരുടേതുപോലെ തോന്നിപ്പിച്ചു. നീലാംബരി ഭയന്ന് ചുവരിലേക്ക് ഒട്ടി നിന്നു. ഹാ, ആരാണ് നീ? എന്തിനാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ആ രൂപം അവളിലേക്ക് അടുത്തു. വായുവിൽ ഒരു ശ്മശാനത്തിൻ്റെ ഗന്ധം പടർന്നു. അവൻ തൻ്റെ സുതാര്യമായ കൈകൾ നീട്ടി നീലാംബരിയുടെ മുഖം തൊടാൻ ശ്രമിച്ചു. അവൻ്റെ വിരലുകൾ സ്പർശിച്ച ഇടം ഐസ് കട്ട പോലെ തണുത്തു മരവിച്ചു. നീ എന്നെ മറന്നുപോയോ? 100 വർഷങ്ങൾക്ക് മുമ്പ് ഈ തറവാട്ടിലെ കരിങ്കൽ തൂണുകൾ സാക്ഷിയാക്കി നീ എനിക്ക് നൽകിയ വാക്കുണ്ട്. നീ മറ്റൊരാളുടേതാകുന്നത് കാണാൻ എനിക്ക് കഴിയില്ല. നിന്റെ അരികിലേക്ക് വരുന്ന ഓരോ പുരുഷനും മരണത്തെ പുൽകും. അത് എൻ്റെ പ്രണയമാണ്. അവൻ അട്ടഹസിച്ചുകൊണ്ട് അപ്രത്യക്ഷനായി. പെട്ടെന്ന് താഴെ ഹാളിൽ നിന്ന് നീലാംബരിയുടെ അച്ഛൻ്റെ ഭയപ്പെടുത്തുന്ന ഒരു നിലവിളി കേട്ടു. അവൾ ഓടി താഴേക്ക് ചെന്നു. ഹാളിലെ വലിയ ആൾരൂപമുള്ള വിളക്കിന് താഴെ അച്ഛൻ ബോധരഹിതനായി കിടക്കുന്നു. അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ വിരലുകൾ കൊണ്ട് ആഴ്ത്തി വരഞ്ഞതുപോലെ ഒരു വാചകം തെളിഞ്ഞു നിന്നിരുന്നു. ഇവൾ എൻ്റേതാണ്. അച്ഛൻ്റെ നെഞ്ചിലെ ആ വരികൾ കണ്ട് നീലാംബരി തകർന്നുപോയി. ചോര കിനിയുന്ന ആ അക്ഷരങ്ങൾ ഒരു മനുഷ്യന് വിരലുകൾ കൊണ്ട് വരയ്ക്കാനാവുന്നതിലും ആഴത്തിലുള്ളതായിരുന്നു. തറവാട്ടിലെ ജോലിക്കാർ ഭയന്ന് വിറച്ച് മാറി നിന്നു. ആർക്കും അങ്ങോട്ട് അടുക്കാൻ ധൈര്യമില്ല. അച്ഛാ, കണ്ണു തുറക്കൂ, നീലാംബരി നിലവിളിച്ചു. പക്ഷേ അച്ഛൻ്റെ ശരീരം മരവിച്ചു തുടങ്ങിയിരുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ തുറന്ന നിലയിലായിരുന്നു. അതിൽ കണ്ട ഭയം മരവിച്ചു പോയതുപോലെ. പെട്ടെന്ന് വീടിൻ്റെ ഉമ്മറത്തൊരു കറുത്ത രൂപം പ്രത്യക്ഷപ്പെട്ടു. അത് ഈ നാട്ടിലെ ഏറ്റവും പ്രശസ്തനായ മാന്ത്രികൻ ശിവശങ്കരൻ തിരുമേനിയായിരുന്നു. നീലാംബരിയുടെ അമ്മാവൻ രഹസ്യമായി വിളിച്ചു വരുത്തിയതായിരുന്നു അദ്ദേഹത്തെ. തിരുമേനി അച്ഛൻ്റെ അരികിലേക്ക് നടന്നു. തൻ്റെ കയ്യിലുണ്ടായിരുന്ന വടി നിലത്തടിച്ചപ്പോൾ ഒരു മുഴക്കം ആ വലിയ ഹാളിൽ പ്രതിധ്വനിച്ചു. അദ്ദേഹം അച്ഛൻ്റെ നെഞ്ചിലെ മുറിവിലേക്ക് നോക്കി വിശ്വസിച്ചു. ഇത് മനുഷ്യസാധ്യമല്ല. കാലം തെറ്റിയ ഒരു ശാപമാണ് ഈ വീടിനെ വിഴുങ്ങുന്നത്. തിരുമേനി ഗൗരവത്തിൽ പറഞ്ഞു. തിരുമേനി, ആരാണിത്? എന്തിനാ എന്നെയും എൻ്റെ കുടുംബത്തെയും ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? നീലാംബരി കരഞ്ഞുകൊണ്ട് ചോദിച്ചു. തിരുമേനി അവളെ സൂക്ഷിച്ചു നോക്കി. നീലാംബരി, ഈ ആത്മാവ് നിന്നെ ഉപദ്രവിക്കില്ല. പക്ഷേ നിന്റെ നിഴൽ പോലും ഏൽക്കുന്ന പുരുഷന്മാരെ അവൻ ജീവനോടെ വിടില്ല. നിനക്ക് ചുറ്റും അവനൊരു മരണവലയം തീർത്തിരിക്കുകയാണ്. ഇതിൻ്റെ ഉത്തരം ഈ തറവാടിൻ്റെ തെക്കേ മൂലയിലുള്ള ആ പഴയ ചിത്രകൂടത്തിലുണ്ട്. അന്ന് രാത്രി വീട് മുഴുവൻ മന്ത്രശക്തിയാൽ ബന്ധിച്ചുവെന്ന് തിരുമേനി ഉറപ്പു നൽകി. പക്ഷേ നീലാംബരിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. മുറിയിലെ ക്ലോക്ക് 12 അടിച്ചു. പെട്ടെന്ന് മുറിക്കുള്ളിൽ മഞ്ഞു മൂടിയതുപോലെ ഒരു പുക പടർന്നു. കണ്ണാടിയിൽ വീണ്ടും ആ രൂപം തെളിഞ്ഞു. ഇത്തവണ അവൻ ശാന്തനായിരുന്നു. അവൻ്റെ കണ്ണുകളിൽ പ്രണയമായിരുന്നു. പക്ഷേ അത് മരണത്തെക്കാൾ ഭയാനകമായിരുന്നു. നീലാംബരി, ഈ മന്ത്രവാദികൾക്ക്
എന്നെ തടയാനാവില്ല. നമ്മൾ തമ്മിലുള്ള ബന്ധം ഇന്നലെയോ ഇന്നോ തുടങ്ങിയതല്ല. നീ മറന്നുപോയ ആ പേര് ഞാൻ ഓർമ്മിപ്പിക്കാം. അവൻ പതുക്കെ അവളുടെ കാതുകളിലേക്ക് എടുത്തു. മരവിപ്പിക്കുന്ന തണുപ്പോടെ അവൻ മന്ത്രിച്ചു, രുദ്രൻ, നിന്റെ രുദ്രൻ. ആ പേര് കേട്ടതും നീലാംബരിയുടെ ഉള്ളിൽ മിന്നൽ പിണരുകൾ പാഞ്ഞു. 100 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു തറവാട്, അവിടെ ചങ്ങലക്കിട്ട ഒരു യുവാവ്, ചോരയിൽ കുളിച്ച ഒരു ഉടവാൾ. മറന്നുപോയ ഏതോ ജന്മത്തിന്റെ ഓർമ്മകൾ അവളുടെ തലയ്ക്കുള്ളിൽ ഇരച്ചു കയറി. അവൾ ബോധരഹിതയായി വീണു. നിലത്ത് വീണ അവളുടെ കൈപ്പത്തിയിൽ അദൃശ്യമായ ഒരു കൈ മുറുകെ പിടിച്ചു. അന്തരീക്ഷത്തിൽ ഒരു ക്രൂരമായ ചിരിമുഴങ്ങി. രുദ്രൻ എന്ന പേര് നീലാംബരിയുടെ കാതുകളിൽ ഒരു ഇടിമുഴക്കം പോലെ പതിച്ചു. ബോധം മറങ്ങി വീഴുമ്പോൾ അവളുടെ അടഞ്ഞ കണ്ണുകൾക്ക് മുന്നിൽ 100 വർഷം പഴക്കമുള്ള ദൃശ്യങ്ങൾ ഒരു സിനിമ പോലെ തെളിഞ്ഞു വന്നു. കരിങ്കല്ല് പാകിയ വലിയൊരു മുറ്റം, ചങ്ങലകളുടെ കിലുക്കം, ചോരയിൽ കുളിച്ച ഒരു ഉടവാൾ. അവിടെ ഇതേ നീലക്കണ്ണുള്ള ഒരു യുവാവ് മുട്ടുകുത്തി നിൽക്കുന്നു. അവനെ വളഞ്ഞു നിൽക്കുന്നവർ ക്രൂരമായി ചിരിക്കുന്നു. അവൾ അന്ന് അവിടെ ഉണ്ടായിരുന്നു, മറ്റൊരു രൂപത്തിൽ, മറ്റൊരു പേരിൽ. രുദ്ര! നീലാംബരി നിലവിളിച്ചുകൊണ്ട് ഞെട്ടി ഉണർന്നു. സമയം പുലർച്ചെ 3 മണി. മുറിയിൽ തണുപ്പ് മാറിയിട്ടില്ല. മന്ത്രവാദി ശിവശങ്കരൻ തിരുമേനി. അവളുടെ മുറിക്ക് പുറത്ത് മന്ത്രങ്ങൾ ഉരുവിടുന്നത് കേൾക്കാം. നീലാംബരി പതുക്കെ എഴുന്നേറ്റു. അവൾക്ക് എങ്ങനെയോ അറിയാമായിരുന്നു താൻ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. ഒരു അദൃശ്യ ശക്തി അവളെ നയിക്കുന്നത് പോലെ അവൾ തറവാടിന്റെ പുറകിലെ ചിത്രകൂടത്തിലേക്ക് നടന്നു. കാട്ടുചെടികൾ പടർന്നു പന്തലിച്ച് ആരും കടന്നു ചെല്ലാത്ത ആ പഴയ കെട്ടിടം. വാതിൽക്കൽ എത്തിയപ്പോൾ കാറ്റ് ശക്തിയായി വീശി. ജീർണിച്ച മരവാതിൽ തനിയെ തുറന്നു. ഉള്ളിൽ ചന്ദനത്തിരിയുടെയും ഉണങ്ങിയ പൂക്കളുടെയും ഗന്ധം. ഭിത്തിയിൽ ഒരു വലിയ ചിത്രം തൂങ്ങിക്കിടപ്പുണ്ട്. പൊടിപടലങ്ങൾക്കിടയിലൂടെ നീലാംബരി ആ ചിത്രം തുടച്ചു മാറ്റി. അവൾ സ്തംഭിച്ചുപോയി. ചിത്രത്തിൽ നിൽക്കുന്നത് രുദ്രനാണ്. അതേ പ്രൗഢി, അതേ തീക്ഷ്ണമായ കണ്ണുകൾ. പക്ഷേ അതിശയകരമായ കാര്യം അതല്ല. അവൻ്റെ അരികിൽ നിൽക്കുന്ന പെൺകുട്ടിക്ക് നീലാംബരിയുടെ അതേ മുഖഛായ. അവളുടെ കയ്യിൽ ഒരു പവിഴമല്ലി പൂവുണ്ട്. പെട്ടെന്ന് ചിത്രത്തിന് പിന്നിൽ നിന്നൊരു തേങ്ങൽ കേട്ടു. നീ തിരിച്ചു വരുമെന്ന് എനിക്കറിയാമായിരുന്നു നീലാംബരി. ഭയത്തോടെ അവൾ തിരിഞ്ഞു നോക്കി. അവിടെ രുദ്രൻ നിൽക്കുന്നു. ഇത്തവണ അവൻ ഒരു നിഴലല്ല, ഏതാണ്ട് ഒരു മനുഷ്യരൂപം പോലെ വ്യക്തമാണ്. അവൻ്റെ നെഞ്ചിൽ ഒരു വലിയ മുറിവുണ്ട്. അതിൽ നിന്ന് കറുത്ത രക്തം ഇറ്റിറ്റു വീഴുന്നു. നീ ആരാണ്? എന്തിനാണ് എല്ലാവരെയും കൊല്ലുന്നത്? നീലാംബരി വിറയ്ക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു. രുദ്രൻ അവളിലേക്ക് ഒരടി കൂടി അടുത്തു. അവൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ താഴെ വീണു. അവ തറയിൽ വീണപ്പോൾ കരിങ്കല്ല് കരിഞ്ഞുപോയി. കൊല്ലുന്നത് ഞാനല്ല നീലാംബരി. നിന്നെ എന്നിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്ന വിധി തടയുന്നത് മാത്രമാണ് ഞാൻ. 100 വർഷം മുമ്പ് ഈ ചിത്രകൂടത്തിൽ വെച്ചാണ് നിന്റെ അച്ഛൻ്റെ പൂർവികർ എന്നെ ചതിച്ചു കൊന്നത്. നിന്നെ എനിക്ക് തരാമെന്ന് പറഞ്ഞ് അവർ എൻ്റെ നെഞ്ചിൽ വാൾ കയറ്റി. അന്ന് മരിക്കുമ്പോൾ ഞാൻ എടുത്ത പ്രതിജ്ഞയാണ്, നീ ജീവിക്കുന്ന കാലമത്രയും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും. നീ എനിക്ക് മാത്രമുള്ളവളാണ്. പെട്ടെന്ന് പുറത്ത് തിരുമേനിയുടെ ശബ്ദം കേട്ടു. നീലാംബരി, അങ്ങോട്ട് പോകരുത്, അത് കെണിയാണ്. തിരുമേനി ഓടി അങ്ങോട്ട് വരുമ്പോഴേക്കും രുദ്രന്റെ രൂപം ഒരു കറുത്ത പുകയായി മാറി. നീലാംബരിയെ പൊതിഞ്ഞു. ചിത്രകൂടത്തിലെ വിളക്കുകൾ ഒന്നൊന്നായി പൊട്ടിത്തെറിച്ചു. തിരുമേനി തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഭസ്മം വായുവിലേക്ക് എറിഞ്ഞു. ഒരു വലിയ ശബ്ദത്തോടെ പുക ചിതറിപ്പോയി. പക്ഷേ നീലാംബരിയുടെ കഴുത്തിൽ ഒരു പുതിയ അടയാളം തെളിഞ്ഞിരുന്നു. ഒരു കറുത്ത നൂൽ പോലെ ആത്മാവിൻ്റെ ബന്ധനം. തിരുമേനി ഭീതിയോടെ പറഞ്ഞു, കുട്ടി, ഇത് വെറുമൊരു പ്രേതമല്ല, ഇതൊരു ഗന്ധർവ ശാപമാണ്. ഇവനെ തളയ്ക്കണമെങ്കിൽ ആ പഴയ വാള് കണ്ടെത്തണം. അവൻ്റെ രക്തം പുരണ്ട ആ ഉടവാൾ ഈ തറവാട്ടിൽ എവിടെയോ ഒളിച്ചിരിപ്പുണ്ട്. ചിത്രകൂടത്തിലെ ആ തണുത്ത അന്തരീക്ഷത്തിൽ തിരുമേനിയുടെ വാക്കുകൾ പ്രതിധ്വനിച്ചു. നീലാംബരി തൻ്റെ കഴുത്തിലെ ആ കറുത്ത അടയാളത്തിൽ തൊട്ടുനോക്കി. അത് വെറുമൊരു അടയാളമായിരുന്നില്ല. തൊടുമ്പോൾ ഒരു വൈദ്യുതാഘാതം പോലെ അവളുടെ ശരീരത്തിലൂടെ വിറയൽ കടന്നുപോയി. അത് രുദ്രന്റെ ഉടമസ്ഥാവകാശത്തിന്റെ മുദ്രയായിരുന്നു. തിരുമേനി, ആ ഉടവാൾ എവിടെയുണ്ടാകും? നീലാംബരി വിറയ്ക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു. തിരുമേനി തൻ്റെ കയ്യിലുണ്ടായിരുന്ന താളിയോലകൾ മറിച്ചു നോക്കി. ഈ തറവാടിൻ്റെ തെക്കേ ചായ്പിൽ തറവാട്ടു വിഗ്രഹത്തിന് താഴെ ഒരു രഹസ്യ അറയുണ്ട്. കേട്ടിട്ടുണ്ട്. പക്ഷേ അത് തുറക്കണമെങ്കിൽ രുദ്രൻ്റെ ചോര വീണ അതേ മണ്ണ് വേണം. അവൻ്റെ ആത്മാവിനെ ബന്ധിപ്പിച്ചിരിക്കുന്നത് ആ ഉടവാളിലാണ്. അത് നശിപ്പിക്കാതെ അവനെ ആർക്കും തടയാനാവില്ല. പെട്ടെന്ന് തറവാടിൻ്റെ മുകളിൽ നിന്ന് വിചിത്രമായൊരു ശബ്ദം കേട്ടു. ആരോ വലിയ ചങ്ങലകൾ വലിച്ചിഴയ്ക്കുന്നതുപോലെ. നീലാംബരി, ഓടൂ! തിരുമേനി അലറി. അവർ പുറത്തേക്ക് ഓടിയതും ചിത്രകൂടത്തിന്റെ കരിങ്കൽ വാതിൽ ഒരു വൻ ശബ്ദത്തോടെ അടഞ്ഞു. അന്തരീക്ഷം പെട്ടെന്ന് ഇരുണ്ടു. വെളിച്ചം വരാൻ ഇനിയും സമയമുണ്ട്. ആകാശത്ത് കറുത്ത മേഘങ്ങൾ ഉരുണ്ടുകൂടി. അവർ തറവാടിന്റെ ഉള്ളിലേക്ക് കടന്നപ്പോൾ അവിടെ കണ്ട കാഴ്ച ഭീകരമായിരുന്നു.
തറവാട്ടിലെ വലിയ നിലവിളക്കുകൾ ഒക്കെയും തനിയെ ആടി ഉലയുന്നു. ചുവരിലെ പഴയ പൂർവികരുടെ ചിത്രങ്ങളെല്ലാം കണ്ണുകളിൽ നിന്ന് ചോര ഒലിക്കുന്നു. എന്നെ തടയാൻ ആരും ജനിച്ചിട്ടില്ല തിരുമേനി. രുദ്രന്റെ ശബ്ദം വീടിന്റെ നാലുപാടിൽ നിന്ന് ഒരേ സമയം കേട്ടു. ഭിത്തിയിലെ ഒരു വലിയ ആൾക്കണ്ണാടി തകർന്നു ചിതറി. ആ ചില്ലുകൾ വായുവിൽ ഉയർന്നു പൊങ്ങി. തിരുമേനിക്ക് നേരെ അമ്മ പോലെ പാഞ്ഞെടുത്തു. തിരുമേനി തന്റെ വടി തറയിലടിച്ച് ഒരു സംരക്ഷണ വലയം തീർക്കാൻ ശ്രമിച്ചു. പക്ഷേ രുദ്രന്റെ ശക്തി അതിഭീകരമായിരുന്നു. ഒരു ചില്ല് തിരുമേനിയുടെ തോളിൽ ആഴ്ന്നിറങ്ങി. അദ്ദേഹം വേദനയാൽ പുളഞ്ഞു. നീലാംബരി, നീ തനിയെ പോകണം. തെക്കേ ചായ്പിലൊരു രഹസ്യ അറയുണ്ട്. അത് നിനക്ക് മാത്രമേ തുറക്കാൻ കഴിയൂ. നിന്റെ കയ്യിലെ പവിഴമല്ലിപ്പൂവ് അതൊരു താക്കോലാണ്. നീലാംബരി ഭയന്ന് വിറച്ചു. തനിയെ ആ ഇരുട്ടിലൂടെ പോകാൻ അവൾക്ക് ധൈര്യമില്ലായിരുന്നു. പക്ഷേ തന്റെ അച്ഛൻ്റെയും കുടുംബത്തിൻ്റെയും ജീവൻ രക്ഷിക്കാൻ അവൾക്കത് ചെയ്തേ പറ്റൂ. അവൾ പതുക്കെ തെക്കേ ചായ്പിലേക്ക് നടന്നു. ഓരോ ചുവടിലും രുദ്രന്റെ തണുത്ത ശ്വാസം അവൾ അനുഭവിക്കുന്നുണ്ടായിരുന്നു. നീലാംബരി, എന്തിനാ എന്നെ ഭയപ്പെടുന്നത്? ഞാൻ നിന്നെ പ്രണയിക്കുകയല്ലേ? അവളുടെ കാതുകളിൽ രുദ്രൻ മന്ത്രിച്ചു. അവന്റെ രൂപം പതുക്കെ അവൾക്ക് മുന്നിൽ തെളിഞ്ഞു. ഇത്തവണ അവന്റെ കണ്ണുകളിൽ ഒരു വല്ലാത്ത തിളക്കമുണ്ടായിരുന്നു. അവൾ അവനെ അവഗണിച്ച് മുന്നോട്ട് നടന്നു. ചായ്പിലെ വിഗ്രഹത്തിന് മുന്നിലെത്തിയപ്പോൾ അവൾ കണ്ടു, തറയിലെ ഒരു കരിങ്കൽ പാളി അല്പം മാറിയിരിക്കുന്നു. അതിനിടയിൽ നിന്ന് ഒരു നീല വെളിച്ചം പുറത്തേക്ക് വരുന്നുണ്ട്. അവൾ കൈനീട്ടി ആ പാളി മാറ്റാൻ ശ്രമിച്ചപ്പോൾ രുദ്രൻ അവളുടെ കൈകളിൽ മുറുകെ പിടിച്ചു. അത് തുടരുത് നീലാംബരി. അത് തൊട്ടാൽ നമ്മുടെ 100 വർഷത്തെ പ്രണയം അവസാനിക്കും. നീ എന്നെ എന്നേക്കുമായി നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ? അവന്റെ വാക്കുകളിൽ ഒരു വല്ലാത്ത വേദനയുണ്ടായിരുന്നു. നീലാംബരി ഒരു നിമിഷം തകർന്നുപോയി. അവളുടെ മനസ്സിൽ പഴയ ജന്മത്തിന്റെ ഓർമ്മകൾ തിരതല്ലി. രുദ്രനെ താൻ സ്നേഹിച്ചിരുന്നു. അവനെ ചതിച്ചു കൊന്നത് തന്റെ കുടുംബമാണോ? പെട്ടെന്ന് പുറത്തുനിന്ന് തിരുമേനിയുടെ നിലവിളി കേട്ടു. രുദ്രന്റെ നിഴൽ രൂപങ്ങൾ തിരുമേനിയെ വളഞ്ഞിരിക്കുന്നു. നീലാംബരി രണ്ടും കൽപ്പിച്ച് ആ കരിങ്കൽ പാളി നീക്കി. ഉള്ളിൽ ഒരു പെട്ടി. അതിൽ രക്തം ഉണങ്ങിപ്പിടിച്ച ആ പഴയ ഉടവാള ഇരിക്കുന്നു. ആ വാളിൽ തൊട്ടതും നീലാംബരിയുടെ ഉള്ളിൽ ഒരു രഹസ്യം കൂടി വെളിപ്പെട്ടു. രുദ്രൻ കൊല്ലപ്പെട്ടത് നീലാംബരിയെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. ആ ഉടവാളിൽ തൊട്ട നിമിഷം നീലാംബരിയുടെ വിരലുകൾ പൊള്ളി. ഒരു തീപിടുത്തം പോലെ അവളിലൂടെ പഴയ ഓർമ്മകൾ ഇരച്ചു കയറി. അവളുടെ കണ്ണുകൾക്ക് മുന്നിൽ തറവാടിന്റെ ഇപ്പോഴത്തെ രൂപം മാറി മറിഞ്ഞു. കാലം 100 വർഷം പുറകോട്ട് സഞ്ചരിച്ചു. അന്ന് ആ തറവാട് വിളക്കുകളാൽ പ്രകാശപൂരിതമായിരുന്നു. ഒരു ഉത്സവരാത്രി. പവിഴമല്ലിപ്പൂക്കൾ ചൂടിയ നീലാംബരി, അന്ന് അവളുടെ പേര് ഭദ്ര എന്നായിരുന്നു, തറവാടിന്റെ പുറകിലെ കുളക്കടവിൽ കാത്തു നിൽക്കുകയാണ്. അന്ധകാരത്തിൽ നിന്ന് പ്രൗഢിയുള്ള ഒരു രൂപം കടന്നു വന്നു. അതായിരുന്നു രുദ്രൻ, അയൽ രാജ്യത്തെ സൈന്യാധിപൻ. അവർ തമ്മിലുള്ള പ്രണയം ആർക്കും സ്വീകാര്യമായിരുന്നില്ല. ഭദ്ര, നമുക്കിവിടെ നിന്ന് പോകണം. നിന്റെ അച്ഛനും സഹോദരന്മാരും എന്നെ കൊല്ലാൻ കരുനീക്കം തുടങ്ങിക്കഴിഞ്ഞു. രുദ്രൻ അവളുടെ കൈകൾ പിടിച്ചു പറഞ്ഞു. എനിക്ക് നിങ്ങളെ വിട്ടുവരാൻ കഴിയില്ല രുദ്ര. പക്ഷേ നിങ്ങളെ അപകടപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല, ഭദ്ര കരഞ്ഞുകൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് പന്തം കൊളുത്തിയ ഒരു കൂട്ടം ആളുകൾ അവരെ വളഞ്ഞു. ഭദ്രയുടെ അച്ഛനായിരുന്നു മുന്നിൽ. ഒരു വിദേശിക്ക് എൻ്റെ മകളെ വിട്ടുകൊടുക്കില്ല, അദ്ദേഹം അലറി. യുദ്ധം തുടങ്ങി. രുദ്രൻ അസാമാന്യമായി പോരാടി. പക്ഷേ ഭദ്രയെ ഒരു മറയാക്കി നിർത്തിക്കൊണ്ട് അവളുടെ സഹോദരൻ രുദ്രന്റെ നെഞ്ചിലേക്ക് പിന്നിൽ നിന്ന് ഈ ഉടവാൾ ഇറക്കി. രുദ്രൻ തറയിൽ വീഴുമ്പോൾ ഭദ്രയുടെ നിലവിളി ആകാശത്തെ പിടിച്ചുലച്ചു. മരിക്കുന്നതിന് മുമ്പ് രുദ്രൻ ഭദ്രയുടെ കൈകളിൽ മുറുകെ പിടിച്ചു മന്ത്രിച്ചു. മരണത്തിന് പോലും നമ്മളെ വേർപെടുത്താനാവില്ല ഭദ്ര. നീ ജനിക്കുന്നിടത്തെല്ലാം ഞാൻ നിഴലായി വരും. നിന്നെ തൊടുന്ന ഏതൊരു പുരുഷനും എൻ്റെ വാളിനിരയാകും. ഭദ്ര അന്ന് ആ ഉടവാൾ നെഞ്ചിലേറ്റി രുദ്രന്റെ ചിതയിൽ ചാടി മരിക്കുകയായിരുന്നു. വർത്തമാനകാലം. നീലാംബരി കിതച്ചുകൊണ്ട് കണ്ണു തുറന്നു. അവളുടെ കയ്യിലിരുന്ന ഉടവാൾ തിളങ്ങുന്നുണ്ടായിരുന്നു. രുദ്രനിപ്പോൾ അവൾക്ക് മുന്നിൽ നിൽക്കുന്നു. അവന്റെ കണ്ണുകളിലെ ക്രോധം മാറി. അവിടെ പഴയ പ്രണയം നിറഞ്ഞു. നീയെല്ലാം ഓർക്കുന്നുണ്ടല്ലേ നീലാംബരി? രുദ്രൻ ശാന്തമായി ചോദിച്ചു. നമ്മളെ വേർപെടുത്തിയവർ തന്നെയാണ് നിന്റെ ഈ ജന്മത്തിലെ പൂർവികരും. അതുകൊണ്ടാണ് ഞാൻ അവരോട് പക വീട്ടുന്നത്. നീ എൻ്റെ മാത്രമാണ്. പക്ഷേ രുദ്ര, ഇത് പ്രണയമല്ല, ഇത് ഭ്രാന്താണ്, നീലാംബരി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. നീ കാരണം എത്ര പേരുടെ ചോര ഒഴുകി. വിച്ചുവിനെ നീ എന്തിനാ കൊന്നേ? പാവം എൻ്റെ അച്ഛനെ എന്തിനുപദ്രവിച്ചു? നിന്നെ സ്നേഹിക്കാൻ എനിക്ക് മാത്രമേ അവകാശമുള്ളൂ. രുദ്രന്റെ ശബ്ദം വീണ്ടും ഭീകരമായി. മുറിയിലെ പാത്രങ്ങൾ വായുവിൽ പറന്നു നടന്നു. ആ ഉടവാൾ എനിക്ക് തരൂ. അത് നശിപ്പിച്ചാൽ എനിക്ക് മോക്ഷം കിട്ടും. പക്ഷേ ഞാൻ പോകില്ല, നിന്നെയും കൂടെ കൊണ്ടുപോകും. പെട്ടെന്ന് പരിക്കേറ്റ തിരുമേനി മുടന്തി അങ്ങോട്ട് വന്നു. നീലാംബരി, ആ ഉടവാള് വിഗ്രഹത്തിന് മുന്നിൽ വെച്ച് ഉടയ്ക്കൂ.
അവന്റെ ആത്മാവ് ആ ലോഹത്തിലാണ് തളയ്ക്കപ്പെട്ടിരിക്കുന്നത്. അത് തകർന്നാൽ അവന്റെ ശാപത്തിന് അന്ത്യമാകും. പക്ഷേ സൂക്ഷിക്കണം, അവനത് തടയാൻ നോക്കും. രുദ്രന്റെ രൂപം പെട്ടെന്ന് ഭീമാകാരമായി വളർന്നു. അവന്റെ നീലക്കണ്ണുകളിൽ നിന്ന് അഗ്നി പുറപ്പെട്ടു. തൊട്ടു പോകരുത് നീലാംബരി. നീലാംബരി ഉടവാൾ ഇരു കൈകൊണ്ട് ഉയർത്തി. അവൾക്ക് മുന്നിൽ രുദ്രന്റെ 2 രൂപങ്ങൾ തെളിഞ്ഞു. ഒന്ന് അവൾ സ്നേഹിച്ച പഴയ കാമുകൻ, മറ്റൊന്ന് ചോര ദാഹിക്കുന്ന ഈ ദുരാത്മാവ്. അവൾ ഏത് തെരഞ്ഞെടുക്കും? രുദ്രന്റെ ആത്മാവിനെ മോചിപ്പിക്കുമോ, അതോ അവനോടൊപ്പം ആ നിഴലോകത്തേക്ക് പോകുമോ? രുദ്രന്റെ ഭീമാകാരമായ രൂപം ആ മുറിയിലാകെ നിഴൽ വിരിച്ചു. അവന്റെ അട്ടഹാസത്തിൽ തറവാടിന്റെ മേൽക്കൂരയിലെ ഓടുകൾ ഇളക്കിത്തെറിച്ചു. നീലാംബരിയുടെ കയ്യിലിരുന്ന ഉടവാൾ ഒരു ജീവനുള്ള വസ്തുവിനെ പോലെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. നീലാംബരി, ആ വാള് താഴെയിടൂ. നമ്മുടെ 100 വർഷത്തെ കാത്തിരിപ്പ് നശിപ്പിക്കരുത്. ഈ ലോകം നമുക്കുള്ളതല്ല. നീ എൻ്റെ കൂടെ വരൂ. നമുക്ക് നക്ഷത്രങ്ങൾക്കിടയിൽ ജീവിക്കാം. രുദ്രന്റെ ശബ്ദം ഒരു വശീകരണ മന്ത്രം പോലെ അവളുടെ കാതുകളിൽ മുഴങ്ങി. നീലാംബരി ഒരു നിമിഷം തളർന്നുപോയി. അവളുടെ മനസ്സ് പതറി. രുദ്രന്റെ കണ്ണുകളിലെ ആ പഴയ പ്രണയം അവളെ തളർത്തുകയായിരുന്നു. അവൾ പതുക്കെ ഉടവാൾ താഴേക്ക് താഴ്ത്തി. ഹരിതുകുട്ടി, തിരുമേനി അലറി. അവൻ നിന്റെ മനസ്സിനെ വശീകരിക്കുകയാണ്. ആ കാണുന്നത് പ്രണയമല്ല, ഭ്രാന്താണ്. നോക്കൂ, നിന്റെ ചുറ്റും നോക്കൂ. തിരുമേനി തന്റെ കയ്യിലുണ്ടായിരുന്ന മന്ത്രജലം വായുവിലേക്ക് തളിച്ചു. ആ നിമിഷം നീലാംബരിയുടെ കണ്ണിലെ മായ കാഴ്ചകൾ നീങ്ങി. അവൾ കണ്ടു, തനിക്ക് ചുറ്റും മരിച്ചുപോയ വിച്ചുവിന്റെയും മുമ്പ് കൊല്ലപ്പെട്ടവരുടെയും ആത്മാക്കൾ നിലവിളിച്ചുകൊണ്ട് നിൽക്കുന്നു. രുദ്രൻ അവരെയെല്ലാം തന്റെ അടിമകളാക്കി മാറ്റിയിരിക്കുകയാണ്. രുദ്രന്റെ മുഖം പെട്ടെന്ന് മാറി. പ്രണയത്തിന് പകരം അവിടെ ക്രൂരത നിറഞ്ഞു. അതെ, നീ എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ നിന്റെ അച്ഛനും ഈ തിരുമേനിയും ഇപ്പോ മരിക്കും. രുദ്രൻ തന്റെ കൈകൾ വായുവിൽ വീശി. മുകളിൽ തൂങ്ങിക്കിടന്ന ഭാരമേറിയ മരത്തൂണുകൾ അച്ഛൻ കിടക്കുന്ന ഭാഗത്തേക്ക് തകർന്നു വീഴാൻ തുടങ്ങി. ഇല്ല! നീലാംബരി അലറി. അവൾ തന്റെ സർവ്വശക്തിയും സംഭരിച്ച് ആ ഉടവാൾ ഉയർത്തി വിഗ്രഹത്തിന്റെ കരിങ്കൽ പീഠത്തിലേക്ക് ആഞ്ഞടിച്ചു. രുദ്ര, ഈ ജന്മത്തിൽ എനിക്ക് നിന്നോട് പ്രണയമല്ല, വെറുപ്പ് മാത്രം. വാൾ കരിങ്കല്ലിൽ തട്ടി വലിയൊരു ശബ്ദത്തോടെ 2ആയി പിളർന്നു. ആ നിമിഷം ആ വാളിൽ നിന്ന് രക്തം ചീറ്റാൻ തുടങ്ങി. രുദ്രന്റെ ശരീരത്തിൽ നിന്ന് നീല വെളിച്ചം പുറത്തേക്ക് തെറിച്ചു. അവൻ വേദനയാൽ പുളഞ്ഞു. നീലാംബരി, നീ എന്നെ ചതിച്ചു. രുദ്രന്റെ രൂപം ഉരുകിത്തീരാൻ തുടങ്ങി. പക്ഷേ പെട്ടെന്ന് തറവാടിന് ചുറ്റും കാറ്റ് ആഞ്ഞടിച്ചു. പൊട്ടിപ്പോയ ഉടവാളിന്റെ കഷ്ണങ്ങൾ വായുവിൽ ഉയർന്നു പൊങ്ങി. അവ നീലാംബരിക്ക് ചുറ്റും ഒരു വൃത്തം തീർത്തു. വാൾ തകർന്നതോടെ രുദ്രൻ മരിക്കുകയല്ല, മറിച്ച് അവന്റെ ആത്മാവ് സർവ്വ നിയന്ത്രണങ്ങളും വിട്ട് അക്രമാസക്തനാവുകയാണ് ചെയ്തത്. തറവാടിന്റെ തണിപ്പടികളിൽ അജ്ഞാതമായ ഒരിടത്ത് നിന്ന് തീ പടർന്നു പിടിച്ചു. നിമിഷനേരം കൊണ്ട് വീട് ഒരു അഗ്നികുണ്ഡമായി മാറി. തിരുമേനി, അച്ഛനെ കൊണ്ടുപോകൂ. നീലാംബരി നിലവിളിച്ചു. നീ വരുന്നില്ല കുട്ടി? എനിക്ക് വരാൻ കഴിയില്ല. അവൻ എന്നെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. തീജ്വാലകൾക്കിടയിൽ നീലാംബരി ഒറ്റപ്പെട്ടു. അവൾക്ക് മുന്നിൽ രുദ്രൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ ഇത്തവണ അവൻ ഒരു മനുഷ്യരൂപമായിരുന്നില്ല, തീ കൊണ്ടുണ്ടാക്കിയ ഒരു ഭീകര രൂപമായിരുന്നു. അവൻ അവളെ കെട്ടിപ്പിടിക്കാൻ കൈകൾ നീട്ടി. നമുക്ക് ഒന്നിച്ച് ഈ തീയിൽ ഒടുങ്ങാൻ നീലാംബരി. ഇനിയൊരു ജന്മം നമുക്ക് വേണ്ട. തറവാട് കത്തിയമരുമ്പോൾ പുറത്ത് തിരുമേനിയും നാട്ടുകാരും നോക്കി നിൽക്കെ ആ തറവാടിന്റെ മുകളിൽ ഒരു നീല വെളിച്ചവും ചുവന്ന വെളിച്ചവും തമ്മിൽ പോരാടുന്നത് പോലെ തോന്നി. പെട്ടെന്ന് ഒരു വലിയ സ്ഫോടനത്തോടെ ആ വീടിന്റെ മേൽക്കൂര തകർന്നു വീണു. എല്ലാം നിശബ്ദമായി. കത്തിയമരുന്ന തറവാടിന്റെ മുകളിൽ നിന്ന് ആകാശത്തേക്ക് കറുത്ത പുകച്ചുരുളുകൾ ഉയർന്നു പൊങ്ങി. അഗ്നിശമന സേനയുടെ മണികൾ ദൂരെ നിന്ന് കേൾക്കാമായിരുന്നു. തിരുമേനിയും നാട്ടുകാരും അവിശ്വസനീയതയോടെ ആ കാഴ്ച നോക്കി നിന്നു. പെട്ടെന്ന് കത്തുന്ന മേൽക്കൂരയുടെ ഒരു ഭാഗം വലിയ ശബ്ദത്തോടെ തകർന്നു വീണു. നീലാംബരി! അച്ഛൻ്റെ ദീനമായ നിലവിളി ആ രാത്രിയുടെ നിശബ്ദതയെ ഭേദിച്ചു. തിരുമേനി കണ്ണുകൾ അടച്ച് മന്ത്രിച്ചുകൊണ്ടിരുന്നു. അഗ്നിക്കുള്ളിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാനാവില്ലെന്ന് എല്ലാവരും ഉറപ്പിച്ചു. എന്നാൽ ആളിപ്പടരുന്ന തീജ്വാലകൾക്കിടയിൽ ഒരു അത്ഭുതം സംഭവിക്കുകയായിരുന്നു. തീയുടെ നടുവിൽ നീലാംബരി ബോധരഹിതയായി കിടക്കുകയായിരുന്നു. അവൾക്ക് ചുറ്റും ഒരു തണുത്ത വലയം രൂപപ്പെട്ടു. അത് രുദ്രനായിരുന്നു. അവസാന നിമിഷം നീലാംബരിയുടെ മരണം കാണാൻ കഴിയാതെ അവൻ്റെ ഉള്ളിലെ പഴയ കാമുകൻ ഉണർന്നു. അവളോടുള്ള പ്രണയം പകയേക്കാൾ വലുതാണെന്ന് ആ ആത്മാവ് തിരിച്ചറിഞ്ഞു. രുദ്രൻ തൻ്റെ സർവ്വശക്തി ഉപയോഗിച്ച് തീജ്വാലകളെ തടഞ്ഞു നിർത്തി. അവൻ്റെ രൂപം പതുക്കെ പുകയായി മാറി. നീലാംബരിയുടെ ശരീരത്തിന് ഒരു കവചം തീർത്തു. നീ ജീവിക്കണം നീലാംബരി, എനിക്ക് വേണ്ടി, അല്ലെങ്കിലും നിനക്ക് വേണ്ടി. രുദ്രന്റെ വിടവാങ്ങൽ മന്ത്രം അവളുടെ ഉപബോധ മനസ്സിൽ മുഴങ്ങി. തറവാട് ഏതാണ്ട് പൂർണ്ണമായും നശിച്ചിരുന്നു. കരിപിടിച്ച ചുവരുകളും പുകയുന്ന മരകഷ്ണങ്ങളും മാത്രം ബാക്കി. രക്ഷാപ്രവർത്തകർ അവശിഷ്ടങ്ങൾക്കിടയിൽ തിരച്ചിൽ നടത്തുന്നതിനിടെ ഒരു മൂലയിൽ നിന്ന് നീലാംബരിയെ കണ്ടെത്തി. അത്ഭുതമെന്ന് പറയട്ടെ,
അവളുടെ ശരീരത്തിൽ ഒരു ചെറിയ പൊള്ളൽ പോലും ഏറ്റിരുന്നില്ല. പക്ഷേ അവളുടെ കഴുത്തിലുണ്ടായിരുന്ന ആ കറുത്ത അടയാളം മാഞ്ഞുപോയിരുന്നു. അതിനു പകരം ഒരു ചെറിയ പവിഴമല്ലിപ്പൂവിൻ്റെ ആകൃതിയിലുള്ള പാട് തെളിഞ്ഞു നിന്നു. നീലാംബരിയെ ആശുപത്രിയിലേക്ക് മാറ്റി. അവളുടെ അച്ഛൻ അവളുടെ അരികിൽ തന്നെയിരുന്നു. തിരുമേനി അപ്പോഴും ആ തറവാട്ട് വളപ്പിൽ എന്തോ തിരയുകയായിരുന്നു. തകർന്നു വീണ തെക്കേ ചായ്പിലെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് തിരുമേനിക്ക് ഒരു വിചിത്രമായ പെട്ടി ലഭിച്ചു. പകുതി കത്തിയ നീലയിലുള്ള ഒരു തടിപ്പെട്ടി. അതിനുള്ളിൽ ഒരു പഴയ ഡയറിയും പവിഴം പതിപ്പിച്ച ഒരു ചെറിയ രൂപവും ഉണ്ടായിരുന്നു. തിരുമേനി ആ ഡയറി തുറന്നു. 100 വർഷങ്ങൾക്ക് മുമ്പ് നീലാംബരിയുടെ ഭദ്രയുടെ അച്ഛൻ എഴുതിയതായിരുന്നു അത്. അതിൽ ഒരു ഞെട്ടിപ്പിക്കുന്ന സത്യം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. രുദ്രൻ ഒരു ശത്രുവായിരുന്നില്ല. നമ്മുടെ കുടുംബത്തിൻ്റെ സമ്പത്ത് സംരക്ഷിക്കാൻ അവൻ സഹായിച്ചവനായിരുന്നു. പക്ഷേ അധികാര കൊതിമൂത്ത എൻ്റെ സഹോദരന്മാർ അവനെ ചതിച്ചു. രുദ്രനെ കൊല്ലാൻ ഉപയോഗിച്ച വിഷം പുരട്ടിയ ഉടവാൾ ഈ കുടുംബത്തിന് എന്നേക്കുമായി ശാപമാകും. തിരുമേനി നടുങ്ങിപ്പോയി. രുദ്രൻ വെറുമൊരു കൊലപാതകിയായിരുന്നില്ല, ചതിക്കപ്പെട്ട ഒരു പോരാളിയായിരുന്നു. പെട്ടെന്ന് ആശുപത്രിയിൽ നിന്ന് ഒരു സന്ദേശം വന്നു. നീലാംബരിക്ക് ബോധം തെളിഞ്ഞു. പക്ഷേ അവൾ സംസാരിക്കുന്നില്ല. അവൾ ജനലിലൂടെ പുറത്തെ ശൂന്യതയിലേക്ക് നോക്കി നിൽക്കുകയാണ്. തിരുമേനി ആശുപത്രിയിലെത്തി. അവളുടെ അരികിൽ ചെന്നു. നീലാംബരി പതുക്കെ തിരിഞ്ഞു നോക്കി. അവളുടെ കണ്ണുകൾ പഴയ നീലാംബരിയുടേതായിരുന്നില്ല. അതിൽ ഒരു നീലത്തിളക്കം ബാക്കിയുണ്ടായിരുന്നു. അവൾ പതുക്കെ കൈ ഉയർത്തി. അവളുടെ കയ്യിൽ ഒരു പവിഴമല്ലിപ്പൂവ് തനിയെ പ്രത്യക്ഷപ്പെട്ടു. അവൻ പോയി എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ തിരുമേനി? നീലാംബരിയുടെ ശബ്ദത്തിൽ 1000 ആത്മാക്കളുടെ ഗാംഭീര്യമുണ്ടായിരുന്നു. ആശുപത്രി മുറിയിലെ നിശബ്ദതയിൽ നീലാംബരിയുടെ ചോദ്യം തിരുമേനിയെ വല്ലാതെ ഉലച്ചു കളഞ്ഞു. അവളുടെ കൈവെള്ളയിൽ വിരിഞ്ഞ ആ പവിഴമല്ലിപ്പൂവിന് ശ്മശാനത്തിലെ കരിന്തിരിയുടെ മണമായിരുന്നു. രുദ്രൻ എന്ന ആത്മാവ് നശിച്ചിട്ടില്ല, മറിച്ച് അവൻ നീലാംബരിയുടെ ആത്മാവുമായി ലയിച്ചിരിക്കുന്നു എന്ന് തിരുമേനി ഭീതിയോടെ തിരിച്ചറിഞ്ഞു. നീലാംബരി, നീ തന്നെയാണോ? തിരുമേനി വിറയ്ക്കുന്ന സ്വരത്തിൽ ചോദിച്ചു. അവളൊന്ന് പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിക്ക് ഒരു വല്ലാത്ത വശ്യതയുണ്ടായിരുന്നു. ഞാൻ ആരാണെന്ന് കാലം തെളിയിക്കും തിരുമേനി. എൻ്റെ കുടുംബത്തെ ചതിച്ചവരുടെ ചോര ഇനിയും ബാക്കിയുണ്ട്. അവളുടെ വാക്കുകൾ അവസാനിച്ചതും മുറിയിലെ ട്യൂബ് ലൈറ്റുകൾ മിന്നി മിന്നി അണഞ്ഞു. ഒരു നിമിഷം ആ മുറി ഇരുട്ടിലായി. വെളിച്ചം തിരിച്ചു വന്നപ്പോൾ നീലാംബരി ശാന്തയായി ഉറങ്ങുകയായിരുന്നു. അവളുടെ കയ്യിലെ പവിഴമല്ലിപ്പൂവ് അപ്രത്യക്ഷമായിരുന്നു. അന്നുച്ചയ്ക്ക് ആശുപത്രിയുടെ ഇടനാഴിയിലൂടെ ബൂട്ട്സുകളുടെ ശബ്ദം മുഴങ്ങി. സിറ്റിയിൽ നിന്നെത്തിയ പ്രശസ്തനായ സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ആര്യനായിരുന്നു അത്. നീലാംബരിയുടെ അച്ഛൻ്റെ സുഹൃത്തിൻ്റെ മകൻ. കേവലം ഒരു മാനസിക രോഗ വിദഗ്ധൻ എന്നതിൽ ഉപരി അജ്ഞാതമായ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ള താല്പര്യമുള്ള ഒരാളായിരുന്നു ആര്യൻ. അങ്കിള് പേടിക്കണ്ട, ഇതൊരു ട്രോമാറ്റിക് ഡിസോർഡർ മാത്രമാണ്. ആ വലിയ അപകടത്തിൻ്റെ ആഘാതത്തിൽ അവൾക്ക് ചില തോന്നലുകൾ ഉണ്ടായതാകാം. ആര്യൻ നീലാംബരിയുടെ അച്ഛനെ ആശ്വസിപ്പിച്ചു. ആര്യൻ നീലാംബരിയുടെ മുറിയിലേക്ക് കടന്നു. നീലാംബരി ജനലിലൂടെ ദൂരെയുള്ള കുന്നിൻ ചെരുവിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. ഹലോ നീലാംബരി, ഞാൻ ആര്യൻ. നിന്നെ സഹായിക്കാൻ വന്നതാണ്. നീലാംബരി പതുക്കെ തിരിഞ്ഞു നോക്കി. ആര്യനെ കണ്ടതും അവളുടെ കണ്ണുകളിൽ ഒരു മിന്നൽ പിണർ പാഞ്ഞു. അവൾ അവനെ സൂക്ഷിച്ചു നോക്കി. 100 വർഷങ്ങൾക്ക് മുമ്പ് രുദ്രന്റെ നെഞ്ചിലേക്ക് പിന്നിൽ നിന്ന് വാളു ഇറക്കിയ ആ സഹോദരന്റെ അതേ രൂപം. ആര്യൻ അത് അറിഞ്ഞിരുന്നില്ല. പക്ഷേ നീലാംബരിയുടെ ഉള്ളിലെ രുദ്രൻ അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. നീ വരുമെന്ന് എനിക്കറിയായിരുന്നു, നീലാംബരി മന്ത്രിച്ചു. എന്നെ മുമ്പ് കണ്ടിട്ടുണ്ടോ? ആര്യൻ കൗതുകത്തോടെ ചോദിച്ചു. കണ്ടിട്ടുണ്ട്. മരിക്കാൻ നേരത്ത് നിന്റെ കണ്ണുകളിലെ ആ ഭയം ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. ആര്യൻ ഒരു നിമിഷം സ്തംഭിച്ചു പോയി. ഒരു രോഗിയിൽ നിന്ന് ഇത്തരമൊരു മറുപടി അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അവൻ അവളുടെ അടുത്തേക്ക് നടന്നു. പെട്ടെന്ന് ആ മുറിയിലെ താപനില -ഡിഗ്രിയിലേക്ക് താഴ്ന്നു. ആര്യൻ്റെ ശ്വാസം മഞ്ഞകട്ടയായി പുറത്തേക്ക് വന്നു. നീലാംബരിയുടെ നിഴൽ തറയിൽ വിചിത്രമായ രൂപം പൂണ്ടു. അവളുടെ നിഴലിന് പകരം ഒരു വലിയ ഉടവാളേന്തിയ പോരാളിയുടെ നിഴലായിരുന്നു അവിടെ തെളിഞ്ഞത്. ആര്യൻ പിന്നിലേക്ക് മാറി. ഇത് അസാധ്യമാണ്. അതേസമയം പഴയ തറവാട്ട് വളപ്പിൽ തിരുമേനി ആ ഡയറിയിലെ ബാക്കി താളുകൾ വായിക്കുകയായിരുന്നു. അവസാന താളിൽ ചോര കൊണ്ട് ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ശാപം അവസാനിക്കില്ല. രുദ്രനെ ചതിച്ചവരുടെ വംശത്തിൽപ്പെട്ട ഒരുവൻ നീലാംബരിയുടെ അരികിലെത്തുന്ന ദിവസം ഈ നാട് ചോരക്കടലാകും. അന്ന് രുദ്രൻ പൂർണ്ണ രൂപത്തിൽ ഉയർത്തെഴുന്നേൽക്കും. തിരുമേനിയുടെ കയ്യിൽ നിന്ന് ഡയറി താഴെ വീണു. ഈശ്വരാ, ആര്യൻ! ആശുപത്രി മുറിയിലെ അന്തരീക്ഷം മരവിക്കുന്ന തണുപ്പിലമർന്നു. ഡോക്ടർ ആര്യൻ തൻ്റെ കോട്ടിനുള്ളിൽ കൈകൾ തിരുകി വിറയിൽ മറയ്ക്കാൻ ശ്രമിച്ചു. സയൻസിലും യുക്തിയിലും വിശ്വസിക്കുന്ന അവന് മുന്നിൽ നീലാംബരിയുടെ നിഴൽ ഒരു യോദ്ധാവിനെ പോലെ വാളോങ്ങി നിൽക്കുകയാണ്. നീലാംബരി, നീ എന്താണ് ഈ പറയുന്നത്? നമ്മൾ തമ്മിൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ആര്യൻ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് പറഞ്ഞു. നീലാംബരി കട്ടിലിൽ നിന്ന് സാവധാനം എഴുന്നേറ്റു.
അവളുടെ ഓരോ ചുവടും തറയിൽ പതിയുമ്പോൾ ചില്ലുകൾ പൊട്ടുന്നത് പോലെയുള്ള ശബ്ദം കേൾക്കാമായിരുന്നു. അവൾ അവനടുത്തേക്ക് മുഖം അടുപ്പിച്ചു. അവളുടെ കണ്ണിലെ കറുത്ത മണികൾ അപ്രത്യക്ഷമായി. പകരം ആ പഴയ നീല വെളിച്ചം നിറഞ്ഞു. രുദ്രന്റെ ചോര പുരണ്ട നിന്റെ കൈകൾ ഞാൻ തിരിച്ചറിയുന്നു വിക്രമൻ, അവൾ ഗർജിച്ചു. ആര്യന്റെ തലയ്ക്കുള്ളിൽ ഒരു വെള്ളിടി വെട്ടി. 100 വർഷം മുമ്പ് ഭദ്രയുടെ സഹോദരന്റെ പേര് വിക്രമൻ എന്നായിരുന്നുവെന്ന് അവൻ അറിയില്ലായിരുന്നു. പക്ഷേ ആ പേര് കേട്ടതും അവന്റെ ഉള്ളിൽ ഭയത്തിന്റെ ഒരു വിത്ത് പാകി. പെട്ടെന്ന് ആശുപത്രിയിലെ ഇടനാഴിയിൽ നിന്ന് ഒരു ഭീകരമായ നിലവിളി കേട്ടു. ആര്യൻ പുറത്തേക്ക് ഓടി. അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സെക്യൂരിറ്റി ഗാർഡ് ഭിത്തിയിലേക്ക് ഒട്ടി നിൽക്കുകയാണ്. അവന്റെ കൺമുന്നിൽ ആരും തൊടാതെ ഒരു സ്ട്രക്ചർ വായുവിൽ ഉയർന്നു പൊങ്ങി അവന് നേരെ പാഞ്ഞെടുത്തു. ആശുപത്രിയിലെ മെഷീനുകൾ ഒരേ സമയം അപായ സൂചന മുഴക്കി. രോഗികളുടെ നിലവിളികൾ കൊണ്ട് ആ പ്രദേശം ഒരു നരകമായി മാറി. ആര്യൻ തിരികെ നീലാംബരിയുടെ മുറിയിലേക്ക് നോക്കിയപ്പോൾ അവൾ അവിടെയില്ല. ജനാല തുറന്നു കിടക്കുന്നു. പുറത്ത് പെരുമഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. മിന്നൽ വെളിച്ചത്തിൽ അവൻ കണ്ടു, ആശുപത്രിയുടെ മട്ടുപ്പാവിൽ കൈവരിയിൽ നീലാംബരി നിൽക്കുന്നു. മഴവെള്ളത്തിൽ അവളുടെ വസ്ത്രങ്ങൾ നനഞ്ഞു കുതിർന്നിരിക്കുന്നു. അതേസമയം തിരുമേനി ആശുപത്രിയിലേക്ക് പാഞ്ഞെത്തി. അദ്ദേഹത്തിന്റെ കയ്യിൽ ആ പഴയ ഡയറിയും മന്ത്രം ജപിച്ച ഒരു ചരടുമുണ്ടായിരുന്നു. ആര്യൻ, അവളുടെ അടുത്തേക്ക് പോകരുത്, തിരുമേനി അലറി. അവൾ ഇപ്പോൾ നീലാംബരിയല്ല. രുദ്രൻ അവളിൽ പൂർണ്ണമായി അവശേഷിച്ചിരിക്കുന്നു. അവൻ തന്റെ കൊലയാളിയുടെ പുനർജന്മത്തെ തേടി വന്നിരിക്കുകയാണ്. ആര്യൻ മട്ടുപ്പാവിലേക്ക് ഓടിക്കയറി. നീലാംബരി, താഴേക്കിറങ്ങി വരൂ, ഇത് അപകടമാണ്. നീലാംബരി പതുക്കെ തിരിഞ്ഞു. മഴത്തുള്ളികൾ അവളുടെ മുഖത്ത് തട്ടിത്തെറിക്കുമ്പോൾ അവയിൽ നിന്ന് പുക ഉയരുന്നുണ്ടായിരുന്നു. അവൾ തന്റെ കൈകൾ ഉയർത്തി. അന്തരീക്ഷത്തിൽ നിന്ന് വെള്ളം തണുത്തുറങ്ങി ഒരു മഞ്ഞുവാൾ രൂപപ്പെട്ടു. ഇന്ന് ഈ രാത്രി അവസാനിക്കുമ്പോൾ വിക്രമന്റെ വംശത്തിൽ ഒരാൾ പോലും ബാക്കിയുണ്ടാകില്ല. നീ നിന്റെ പൂർവികർ ചെയ്ത ചതിക്ക് പ്രായച്ചിത്തം ചെയ്യും. അവൾ ആ മഞ്ഞുവാളുമായി ആര്യനെ നേരെ കുതിച്ചു. പക്ഷേ കൃത്യസമയത്ത് തിരുമേനി അങ്ങോട്ടെത്തി. തൻ്റെ കയ്യിലുണ്ടായിരുന്ന മന്ത്രച്ചരട് വായുവിൽ വീശി. ഒരു മിന്നൽ പിണർ ആ ചരടിലൂടെ കടന്നുപോയി. നീലാംബരിയെ തടഞ്ഞു. രുദ്ര, നീ ഒരു നിരപരാധിയാണ് ഉപദ്രവിക്കുന്നത്. ഈ ജന്മത്തിൽ ആര്യൻ നിന്റെ ശത്രുവല്ല, തിരുമേനി വിളിച്ചു പറഞ്ഞു. അവൻ്റെ സിരകളിൽ ഓടുന്നത് ആ ചതിയൻ്റെ രക്തമാണ് തിരുമേനി. ആ രക്തം മണ്ണിൽ വീഴാതെ എനിക്ക് ശാന്തിയില്ല. നീലാംബരിയുടെ ശക്തിയിൽ ആശുപത്രി കെട്ടിടം ഒന്നാകെ കുലുങ്ങാൻ തുടങ്ങി. പെട്ടെന്ന് ദൂരെ നിന്ന് ഒരു പഴയ തറവാട്ടിലെ മണിമുഴങ്ങുന്ന ശബ്ദം കേട്ടു. അത് കേട്ടതും നീലാംബരി നിശ്ചലയായി. അവളുടെ കണ്ണിലെ നീല വെളിച്ചണഞ്ഞു. അവൾ തളർന്നു താഴെ വീണു. തിരുമേനി ആര്യനെ നോക്കി. ഇത് തുടങ്ങിയിട്ടേയുള്ളൂ ആര്യൻ. രുദ്രന്റെ ആത്മാവ് നീലാംബരിയുടെ ശരീരത്തെ ഒരു കവചമാക്കി മാറ്റിയിരിക്കുകയാണ്. അവനെ പുറത്തെടുക്കണമെങ്കിൽ നിന്റെ കുടുംബം 100 വർഷം മുമ്പ് ഒളിപ്പിച്ചു വെച്ച ആ രക്തരത്നം കണ്ടെത്തണം. അത് എവിടെയാണെന്ന് നിനക്ക് മാത്രമേ അറിയാവൂ. ആര്യൻ തകർന്നുപോയി. തൻ്റെ കുടുംബത്തിന് ഇങ്ങനൊരു കറുത്ത ചരിത്രമുണ്ടെന്ന് അവന് വിശ്വസിക്കാൻ പ്രയാസപ്പെട്ടു. മഴ തോർന്നിട്ടില്ല. ആശുപത്രിയിലെ ആ പഴയ മട്ടുപ്പാവിലെ തണുപ്പിൽ നിന്ന് ആര്യൻ മെല്ലെ എഴുന്നേറ്റു. ബോധരഹിതയായി കിടക്കുന്ന നീലാംബരിയെ തിരുമേനി താങ്ങി പിടിച്ചിരുന്നു. അവളുടെ നെറ്റിയിൽ പവിഴവല്ലി പൂവിൻ്റെ ആ അടയാളം ഇപ്പോൾ രക്തം പോലെ ചുവന്നു തൊടുത്തിരിക്കുന്നു. തിരുമേനി, നിങ്ങൾ പറഞ്ഞ ആ രത്നം അതെന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല, ആര്യൻ കിതപ്പോടെ ചോദിച്ചു. തിരുമേനി തൻ്റെ തോൾ സഞ്ചിയിൽ നിന്ന് കരിപിടിച്ച ഒരു പഴയ ഭൂപടം പുറത്തെടുത്തു. ആര്യൻ, നിന്റെ പൂർവികർ രുദ്രനെ കൊന്നത് വെറുമൊരു പ്രണയപ്പക കൊണ്ടായിരുന്നില്ല. രുദ്രന്റെ രാജ്യത്തെ വിശുദ്ധമായ ആ രത്നം കൈക്കലാക്കാൻ വേണ്ടിയായിരുന്നു. അത് ഈ തറവാടിൻ്റെ ഏതോ മൂലയിൽ നിന്റെ മുത്തച്ഛന്മാർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആ രത്നത്തിൽ രുദ്രന്റെ ജീവാംശം തളയ്ക്കപ്പെട്ടിട്ടുണ്ട്. അത് കണ്ടെത്തി നശിപ്പിക്കാതെ രുദ്രന്റെ പക അടങ്ങില്ല. മറ്റൊന്നും ആലോചിക്കാനില്ലായിരുന്നു. ആര്യൻ തൻ്റെ കാറെടുത്ത് കത്തിയമർന്ന ആ പഴയ തറവാട്ടിലേക്ക് തിരിച്ചു. രാത്രിയുടെ 3-ാം യാമം. തറവാടിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ പെയ്യുന്ന മഴയ്ക്ക് ചുടലഭസ്മത്തിൻ്റെ ഗന്ധമായിരുന്നു. തകർന്ന തൂണുകൾക്കിടയിലൂടെ അവൻ തെക്കേ മൂലയിലേക്ക് നടന്നു. തിരുമേനി പറഞ്ഞ ആ നിലവറ, അത് തൻ്റെ ചെറുപ്പത്തിൽ അച്ഛൻ വിളിക്കിയ ഒരിടമായിരുന്നു. അങ്ങോട്ട് പോകരുത്, അവിടെ മരണത്തിൻ്റെ മണമാണ്. അന്ന് അച്ഛൻ പറഞ്ഞ വാചകം ആര്യൻ്റെ കാതുകളിൽ മുഴങ്ങി. തകർന്നു വീണ ഒരു വലിയ തടിപാതിൽ നീക്കിയപ്പോൾ താഴേക്ക് പോകുന്ന കരിങ്കൽ പാളികൾ തെളിഞ്ഞു. ടോർച്ച് വെളിച്ചത്തിൽ ആര്യൻ താഴേക്കിറങ്ങി. ചുവരുകളിൽ പായൽ പിടിച്ചിരിക്കുന്നു. വവ്വാലുകൾ ചിറകടിച്ചു പാറി. നിലവറയുടെ അറ്റത്ത് ഒരു വലിയ ഇരുമ്പ് പെട്ടി കണ്ടു. അതിൽ ഭയപ്പെടുത്തുന്ന ചില രൂപങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നു. ആര്യൻ പെട്ടി തുറക്കാൻ ശ്രമിച്ചതും അവൻ്റെ പിന്നിൽ ഒരു തണുത്ത സാന്നിധ്യം അനുഭവപ്പെട്ടു. അത് തുടരുത് വിക്രമ! ആര്യൻ ഞെട്ടിത്തിരിഞ്ഞു. അവിടെ നീലാംബരി നിൽക്കുന്നു. പക്ഷെ അവളുടെ കാലുകൾ തറയിൽ സ്പർശിച്ചിരുന്നില്ല. അവൾ ആശുപത്രിയിൽ നിന്ന് ഇവിടെ എങ്ങനെ എത്തി? നീലാംബരി, നീ എങ്ങനെ? ഞാൻ നീലാംബരിയല്ല. അവളുടെ ശബ്ദം ഒരേ സമയം പല മനുഷ്യരുടേതുപോലെ പ്രതിധ്വനിച്ചു. ഈ രത്നം എൻ്റെ ഹൃദയമാണ്. നീ ഇത് തൊട്ടോ ഞാൻ ചാരമായി മാറും.
പക്ഷെ അതിനു മുമ്പ് നിന്നെ ഞാൻ ഈ മണ്ണിൽ കുഴിച്ചു മൂടും. പെട്ടെന്ന് നിലവറയിലെ ചുവരുകൾക്കിടയിൽ നിന്ന് അദൃശ്യമായ കൈകൾ പുറത്തേക്ക് വന്നു. ആര്യനെ പിടിച്ചു മുറുക്കി. അവന്റെ ശ്വാസം നിലയ്ക്കാൻ തുടങ്ങി. ടോർച്ച് താഴെ വീണു. ആ ഇരുട്ടിൽ ആര്യൻ കണ്ടു, ആ ഇരുമ്പ് പെട്ടി തനിയെ തുറക്കുന്നു. അതിനുള്ളിൽ നിന്ന് ഒരു കടൻ ചുവപ്പ് വെളിച്ചം പുറത്തേക്ക് പ്രസരിച്ചു. ആ രത്നം അത് ഒരു മനുഷ്യ ഹൃദയം പോലെ മിടിക്കുന്നുണ്ടായിരുന്നു. ആര്യൻ തന്റെ കൈകൾ നീട്ടി ആ രത്നത്തിൽ തൊടാൻ ശ്രമിച്ചു. എന്നാൽ നീലാംബരിയുടെ രൂപത്തിലുള്ള ആത്മാവ് അവന്റെ കഴുത്തിൽ മുറുക്കി പിടിച്ചു. അവന്റെ കൺമുന്നിൽ ഇരുട്ട് പടർന്നു തുടങ്ങി. അപ്പോഴാണ് നിലവറയുടെ പടിക്കൽ നിന്ന് തിരുമേനിയുടെ മന്ത്രോച്ചാരണം കേട്ടത്. രക്തം കൊണ്ട് തുടങ്ങിയത് രക്തം കൊണ്ട് തന്നെ അവസാനിക്കണം. തിരുമേനി എറിഞ്ഞ ഒരു കഠാര ആര്യന്റെ കയ്യിൽ തട്ടി. ആര്യൻ ആ കഠാര കൊണ്ട് തന്റെ കൈവെള്ളയിൽ ഒരു മുറിവുണ്ടാക്കി. അവന്റെ രക്തം ആ മിടിക്കുന്ന രത്നത്തിലേക്ക് ഇറ്റു വീണു. ആര്യന്റെ കൈവെള്ളയിൽ നിന്ന് ഇറ്റുവീണ രക്തം ആ ചുവന്ന രത്നത്തിൽ പതിച്ച നിമിഷം നിലവറ ഒന്നാകെ കുലുങ്ങി. ഒരു വലിയ ഭൂകമ്പം ഉണ്ടായതുപോലെ കരിങ്കൽ ചുവരുകൾ വീണ്ടും കീറി. രത്നത്തിനുള്ളിൽ നിന്ന് അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്നത് പോലെ ഒരു പ്രകാശം പുറത്തേക്ക് വന്നു. നീലാംബരിയുടെ രൂപം വായുവിൽ തെറിച്ചു വീണു. അവളുടെ ഉള്ളിലുണ്ടായിരുന്ന ആത്മാവ് വേദന കൊണ്ട് അലറി. നീ എന്താണ് ചെയ്തത് വിക്രമ? എന്റെ ശാപത്തെ നീ നിന്റെ സ്വന്തം രക്തം കൊണ്ട് ബന്ധിച്ചിരിക്കുന്നു. രത്നത്തിൽ ആര്യന്റെ രക്തം വീണതോടെ രുദ്രന്റെ ആത്മാവും ആര്യനും ജീവനും തമ്മിൽ ഒരു അദൃശ്യമായ ചങ്ങല രൂപപ്പെട്ടു. രുദ്രനെ കൊല്ലാൻ ഉപയോഗിച്ച അതേ വംശത്തിന്റെ രക്തം ആ രത്നത്തിൽ വീണപ്പോൾ രുദ്രന് ആ വംശത്തിലെ അവസാനത്തെ കന്യായ ആര്യനെ വധിക്കാൻ കഴിയാതായി. ആര്യൻ ശ്വാസം കിട്ടാതെ തറയിൽ തളർന്നു വീണു. രത്നത്തിന്റെ മിടിപ്പ് വേഗത്തിലായി. അതിപ്പോ ഒരു നക്ഷത്രം പോലെ തിളങ്ങുകയാണ്. ആര്യൻ, എഴുന്നേൽക്കൂ. തിരുമേനി താഴേക്ക് ഓടിയിറങ്ങി. അദ്ദേഹം തന്റെ കയ്യിലുണ്ടായിരുന്ന പവിത്രമായ ഭസ്മം ആ രത്നത്തിനു ചുറ്റും വിതറി. നീ ചെയ്തത് വലിയൊരു സാഹസമാണ്. നിന്റെ ജീവൻ ഇപ്പോൾ ആ രത്നവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. രുദ്രന് എന്തെങ്കിലും സംഭവിച്ചാൽ അത് നിന്നെയും ബാധിക്കും. നീലാംബരി മെല്ലെ കണ്ണു തുറന്നു. അവളുടെ കണ്ണുകളിലെ നീല വെളിച്ചം മാഞ്ഞു പോയിരുന്നു. അവൾ തളർന്നു. ആര്യന്റെ അടുത്തേക്ക് ഇഴഞ്ഞു ചെന്നു. ആര്യൻ, നീ എന്തിനാ അത് ചെയ്തത്? അവളുടെ ശബ്ദം പഴയ നീലാംബരിയുടേതായിരുന്നു. അവൾക്ക് ബോധം തിരിച്ചു കിട്ടിയിരിക്കുന്നു. പക്ഷേ അവർക്ക് ആശ്വസിക്കാൻ സമയമുണ്ടായിരുന്നില്ല. നിലവറയുടെ ആഴങ്ങളിൽ നിന്ന് വിചിത്രമായ മറ്റൊരു ശബ്ദം കേട്ടു തുടങ്ങി. മണ്ണുമാന്തി ആരോ പുറത്തേക്ക് വരുന്നത് പോലെ. തിരുമേനി, അതെന്താണ്? ആര്യൻ പേടിയോടെ ചോദിച്ചു. തിരുമേനിയുടെ മുഖം വിളറി. നമ്മൾ ഒരു കാര്യം മറന്നു ആര്യൻ. രുദ്രനെ ചതിച്ചു കൊന്നത് നിന്റെ പൂർവികരാണെങ്കിലും അവരെ അതിന് പ്രേരിപ്പിച്ചത് മറ്റൊരു ദുശക്തിയായിരുന്നു. ഈ തറവാടിന്റെ കാവൽക്കാരനായിരുന്ന കറുത്തപ്പൻ. രുദ്രന്റെയും നിന്റെയും രക്തം ഒന്നായതോടെ ആ പഴയ ദുർമന്ത്രവാദി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നിലവറയുടെ ഒരു മൂലയിലെ മണ്ണ് ഇടിഞ്ഞു താഴ്ന്നു. അവിടെ നിന്ന് കറുത്ത തുണികൾ ചുറ്റിയ എല്ലും തോലുമായ ഒരു രൂപം പതുക്കെ എഴുന്നേറ്റ് വന്നു. അവന്റെ കയ്യിൽ ഒരു മനുഷ്യന്റെ തലയോടി കൊണ്ടുള്ള വടിയുണ്ടായിരുന്നു. കറുത്തപ്പൻ ക്രൂരമായി ചിരിച്ചു. അവന്റെ ചിരിയിൽ ആര്യന്റെ ചെവികളിൽ നിന്ന് രക്തം വരാൻ തുടങ്ങി. 100 വർഷത്തെ കാത്തിരിപ്പ് ഈ രക്തരത്നത്തിനു വേണ്ടിയായിരുന്നു. രുദ്രന്റെ ശക്തിയും നിന്റെ ജീവനും ഇപ്പോ ഈ രത്നത്തിലാണ്. ഇതെനിക്ക് ലഭിച്ചാൽ ലോകം മുഴുവൻ എന്റെ കാൽ കീഴിലാകും. കറുത്തപ്പൻ തന്റെ വടി വായുവിൽ വീശി. നിലവറയിലെ ചുവരുകളിൽ നിന്ന് അസ്ഥികൂടങ്ങൾ പുറത്തേക്ക് വന്നു. നീലാംബരിയെയും ആര്യനെയും വളഞ്ഞു. രുദ്രന്റെ ആത്മാവ് നീലാംബരിയുടെ ശരീരത്തിൽ നിന്ന് വേർപെട്ട് ആര്യന്റെ മുന്നിൽ ഒരു നിഴലായി നിന്നു. അവൻ ആര്യനെ നോക്കി. ശത്രുതയല്ല, ഒരുതരം തിരിച്ചറിവായിരുന്നു ആ കണ്ണുകളിൽ. വിക്രമ, നമ്മൾ ഒന്നിക്കാതെ ഇവനെ തോൽപ്പിക്കാൻ കഴിയില്ല. എന്റെ ശക്തിയും നിന്റെ ശരീരവും. നീ തയ്യാറാണോ? രുദ്രൻ മന്ത്രിച്ചു. നിലവറയിലെ ഇരുട്ട് കറുത്തപ്പന്റെ ഭീകരമായ ചിരിയിൽ വിറകൊണ്ടു. അസ്ഥികൂടങ്ങൾ ഓരോന്നായി മണ്ണിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ആര്യനെയും നീലാംബരിയെയും വളഞ്ഞു. കറുത്തപ്പന്റെ കയ്യിലെ തലയോട്ടി വടിയിൽ നിന്ന് ചുവന്ന വെളിച്ചം പുറപ്പെട്ട് രക്തരത്നത്തെ ലക്ഷ്യമാക്കി നീങ്ങി. രുദ്ര, തയ്യാറാവൂ, ആര്യൻ അലറി. മറ്റൊരു വഴിയുമില്ലെന്ന് തിരിച്ചറിഞ്ഞ രുദ്രന്റെ ആത്മാവ് ഒരു നീല മിന്നൽ പിണർ പോലെ ആര്യന്റെ ശരീരത്തിലേക്ക് ആഴ്ന്നിറങ്ങി. ആ നിമിഷം ആര്യന്റെ ശരീരം വായുവിൽ ഉയർന്നു. അവന്റെ പേശികൾ വലിഞ്ഞു മുറുകി. കണ്ണുകൾ തീക്ഷ്ണമായ നീലനിറമായി മാറി. 100 വർഷം മുമ്പുള്ള ആ സൈന്യാധിപന്റെ വീര്യം ആര്യന്റെ ശരീരത്തിൽ അവശേഷിച്ചു. നീലാംബരി, നീ ആ രത്നം സംരക്ഷിക്കൂ. ആര്യന്റെ ഗാംഭീര്യമുള്ള ശബ്ദം നിലവറയിൽ മുഴങ്ങി. നീലാംബരി ഭയന്ന് പിന്മാറാതെ രത്നത്തിന് മുന്നിൽ നിലയുറപ്പിച്ചു. പെട്ടെന്ന് അവളുടെ കയ്യിലെ പവിഴമല്ലിപ്പൂവിന്റെ അടയാളം പ്രകാശിക്കാൻ തുടങ്ങി. അവളുടെ കൈകളിൽ 100 വർഷം മുമ്പ് രുദ്രൻ അവൾക്ക് സമ്മാനിച്ച ആ പഴയ ചന്ദ്രക്കല ആകൃതിയിലുള്ള കഠാര പ്രത്യക്ഷപ്പെട്ടു. കറുത്തപ്പൻ തന്റെ വടി നിലത്തടിച്ചു. കൊല്ലവനെ! അസ്ഥികൂടങ്ങൾ ആര്യനെ നേരെ പാഞ്ഞെടുത്തു. പക്ഷേ രുദ്രന്റെ ശക്തിയാൽ ആര്യൻ അവിശ്വസനീയമായ വേഗത്തിൽ നീങ്ങി. വെറും കൈകൾ കൊണ്ട് അവൻ അസ്ഥികൂടങ്ങളെ തകർത്തെറിഞ്ഞു. ഓരോ അസ്ഥികൂടം തകരുമ്പോഴും കറുത്തപ്പന്റെ മുഖത്ത് ക്രോധം പടർന്നു. മനുഷ്യന്റെ ശരീരവും പ്രേതത്തിന്റെ ആത്മാവും ഇത് അധിക നേരം നിലനിൽക്കില്ല, കറുത്തപ്പൻ മന്ത്രിച്ചു. അവൻ തന്റെ രക്തം നിലത്ത് തളിച്ചു.
മന്ത്രങ്ങൾ ചൊല്ലി. നിലവറയുടെ തറയിൽ നിന്ന് കറുത്ത ദ്രാവകം ഉയർന്നു വന്ന് ഒരു ഭീമാകാരമായ സർപ്പമായി മാറി. സർപ്പം ആര്യനെ വരിഞ്ഞു മുറുക്കി. ആര്യൻ ശ്വാസം കിട്ടാതെ പുളഞ്ഞു. രുദ്രന്റെ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെടാൻ ശ്രമിച്ചു. നീലാംബരി ഇപ്പോ, തിരുമേനി വിളിച്ചു പറഞ്ഞു. നീലാംബരി തന്റെ കയ്യിലുണ്ടായിരുന്ന ചന്ദ്രക്കല കഠാരയുമായി സർപ്പത്തിന് നേരെ കുതിച്ചു. പക്ഷേ കർത്തപ്പൻ അവളെ തടയാൻ ഒരു അഗ്നിവലയം തീർത്തു. അഗ്നിക്ക് നടുവിൽ നീലാംബരി ഒറ്റപ്പെട്ടു. ആര്യൻ തന്റെ ഉള്ളിലെ സർവ്വശക്തിയും സംഭരിച്ച് അവൻ രത്നത്തിലേക്ക് നോക്കി. രത്നവും ആര്യനും തമ്മിലുള്ള ആ രക്തബന്ധം ഒരു ചാനലായി മാറി. രത്നത്തിലെ ഊർജം ആര്യന്റെ ശരീരത്തിലൂടെ പ്രവഹിച്ചു. രുദ്രന്റെ പക ഇന്നും അവസാനിച്ചിട്ടില്ല കറുത്തപ്പാ. ആര്യൻ സർപ്പത്തിന്റെ പിടിയിൽ നിന്ന് സ്വയം മോചിതനായി. അവൻ കറുത്തപ്പന് നേരെ പാഞ്ഞെടുത്തു. കറുത്തപ്പൻ തന്റെ തലയോട്ടി വടി ഉയർത്തി തടയാൻ നോക്കി. പക്ഷേ ആര്യന്റെ കൈകൾ കറുത്തപ്പന്റെ കഴുത്തിൽ മുറുകി. ആ നിമിഷം നിലവറയിലെ മുഴുവൻ പ്രകാശവും രത്നത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെട്ടു. ഒരു വലിയ സ്ഫോടനത്തിന്റെ ശബ്ദം കേട്ടു. കറുത്തപ്പന്റെ ശരീരം ചാരമായി മാറാൻ തുടങ്ങി. പക്ഷേ അവസാന നിമിഷം കറുത്തപ്പൻ ക്രൂരമായി ഒന്ന് പുഞ്ചിരിച്ചു. നീ എന്നെ കൊന്നു, പക്ഷേ രത്നം ഞാൻ അശുദ്ധമാക്കി കഴിഞ്ഞു. ഇനി അത് നിന്റെ ജീവൻ കുടിക്കും. രത്നം കറുത്ത നിറമായി മാറാൻ തുടങ്ങി. ആര്യൻ വേദന കൊണ്ട് നെഞ്ചിൽ കൈവച്ച് തറയിൽ വീണു. അവൻ്റെ ഹൃദയമിടിപ്പ് നിലയ്ക്കാൻ തുടങ്ങുകയായിരുന്നു. നിലവറയിൽ പടർന്ന കറുത്ത പുകയിൽ ആര്യൻ്റെ ശരീരം തണുത്തുറയുകയായിരുന്നു. രക്തരത്നം അതിൻ്റെ സ്വാഭാവികമായ ചുവപ്പ് നിറം കൈവിട്ട് കരിമഷി പോലെ കറുത്തിരിക്കുന്നു. കറുത്തപ്പൻ്റെ ആത്മാവ് ചാരമായി മാറിയെങ്കിലും അവൻ ഇറങ്ങിയ അവസാനത്തെ മന്ത്രം ആര്യൻ്റെ ഹൃദയത്തെ വരിഞ്ഞു മുറുക്കി. ആര്യൻ, കണ്ണു തുറക്കൂ. നീലാംബരി നിലവിളിച്ചുകൊണ്ട് അവൻ്റെ അരികിലേക്ക് ഓടിയെത്തി. ആര്യൻ്റെ കണ്ണുകളിലെ നീലവെളിച്ചം അണഞ്ഞു തുടങ്ങിയിരുന്നു. രുദ്രൻ്റെ ആത്മാവ് അവൻ്റെ ശരീരത്തിനുള്ളിൽ തളയ്ക്കപ്പെട്ടു. രത്നം അശുദ്ധമായതോടെ രുദ്രന് പുറത്തേക്ക് വരാനോ ആര്യന് ബോധം തിരിച്ചു കിട്ടാനോ കഴിയാത്ത അവസ്ഥയായി. തിരുമേനി വിറയ്ക്കുന്ന കൈകളോടെ രത്നത്തിനരികിലേക്ക് നീങ്ങി. അപകടമാണ് നീലാംബരി. ഈ രത്നം ഇപ്പോൾ ഒരു വിഷപാത്രമാണ്. ഇതിലെ ഇരുട്ടിനെ പുറന്തള്ളണമെങ്കിൽ പാപമില്ലാത്ത ഒരു ആത്മാവിൻ്റെ ആത്മബലി വേണം. എന്ത് ബലിയാണ് തിരുമേനി നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നീലാംബരി ചോദിച്ചു. അവളുടെ കണ്ണുകളിൽ നിശ്ചയദാർഢ്യം നിറഞ്ഞു. ആര്യൻ്റെ ജീവൻ രക്ഷിക്കണമെങ്കിൽ ഈ രത്നത്തിലെ കറുത്ത മന്ത്രത്തെ മറ്റൊരാൾ സ്വന്തം ശരീരത്തിലേക്ക് ഏറ്റുവാങ്ങണം. പക്ഷേ അത് ഏറ്റുവാങ്ങുന്നവർ നിമിഷ നേരം കൊണ്ട് കല്ലായി മാറും. തിരുമേനി മുന്നറിയിപ്പ് നൽകി. നീലാംബരി ആര്യൻ്റെ മുഖത്തേക്ക് നോക്കി. 100 വർഷം മുമ്പ് തനിക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ രുദ്രനും ഈ ജന്മത്തിൽ തനിക്ക് വേണ്ടി സർവ്വതും ത്യജിച്ച ആര്യനും രണ്ടുപേരും ഒരാളായി അവളുടെ മുന്നിൽ കിടക്കുന്നു. ഞാൻ തയ്യാറാണ്, നീലാംബരി ശാന്തമായി പറഞ്ഞു. വേണ്ട നീലാംബരി, ഇത് നിന്റെ ജീവൻ എടുക്കും. തിരുമേനി തടയാൻ നോക്കി. പക്ഷേ നീലാംബരി കേട്ടില്ല. അവൾ ആ കറുത്ത രത്നത്തിന് മുകളിലേക്ക് തൻ്റെ കൈകൾ വെച്ചു. നിമിഷ നേരം കൊണ്ട് രത്നത്തിലെ കറുത്ത പുക അവളുടെ വിരലുകളിലൂടെ ശരീരത്തിലേക്ക് പടരാൻ തുടങ്ങി. അവളുടെ ചർമ്മം മരവിക്കാനും ചാരനിറമാകാനും തുടങ്ങി. വേദന കൊണ്ട് അവൾ പുളഞ്ഞു. പക്ഷേ കൈകൾ പിൻവലിച്ചില്ല. രുദ്ര, ആര്യൻ ജീവിക്കൂ, അവൾ അവസാനമായി മന്ത്രിച്ചു. പെട്ടെന്ന് ഒരു മിന്നൽ പിണർ പോലെ രത്നം വീണ്ടും ചുവന്നു തൊടുത്തു. അശുദ്ധി മുഴുവൻ നീലാംബരിയുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെട്ടു. ആര്യൻ ഒരു വലിയ ശ്വാസമെടുത്ത് ബോധത്തിലേക്ക് തിരിച്ചു വന്നു. അവൻ കണ്ണു തുറക്കുമ്പോൾ കണ്ടത് തൻ്റെ മുന്നിൽ കല്ലുപോലെ മരവിച്ചു നിൽക്കുന്ന നീലാംബരിയെയാണ്. അവളുടെ കണ്ണുകളിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ കവിളിലൂടെ ഒലിച്ചിറങ്ങി കല്ലായി മാറിയിരിക്കുന്നു. നീലാംബരി! ആര്യൻ അലറിക്കൊണ്ട് അവളെ തൊടാൻ ശ്രമിച്ചു. തുടരുത്, തിരുമേനി തടഞ്ഞു. അവളിപ്പോൾ ഒരു ശാപത്തിൻ്റെ തടവുകാരിയാണ്. അവളെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ഈ രത്നം അതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥന്, അതായത് രുദ്രൻ്റെ തറവാട്ടിലെ ആ പഴയ കാവൽ ദൈവത്തിന് സമർപ്പിക്കണം. പക്ഷെ അതിന് നമ്മൾ ഈ കാട് കിടന്ന് നീലമലയിലെ ഗുഹയിലെത്തണം. അപ്പോഴാണ് നിലവറയിലെ മുകളിൽ നിന്ന് ഭീകരമായൊരു ഗർജനം കേട്ടത്. കറുത്തപ്പൻ്റെ മരണമറിഞ്ഞ് അവൻ്റെ വളർത്തുമൃഗമായ രക്തദാഹി, ഒരു ഭീമാകാരമായ വന്യമൃഗത്തിൻ്റെ രൂപമുള്ള പ്രേതം തറവാടിന് ചുറ്റും വട്ടം വയ്ക്കാൻ തുടങ്ങിയിരുന്നു. ആര്യൻ പതുക്കെ എഴുന്നേറ്റു. അവൻ്റെ ഉള്ളിൽ രുദ്രൻ്റെ ശക്തി ഇപ്പോഴും ബാക്കിയുണ്ട്. അവൻ നീലാംബരിയുടെ കല്ലിച്ച രൂപത്തെ കൈകളിൽ കോരിയെടുത്തു. നമുക്ക് പോകാൻ തിരുമേനി, അവളെ ഞാൻ ഇങ്ങനെ വിട്ടുകൊടുക്കില്ല. നിലവറയുടെ പടികൾ കയറി അവർ പുറത്തെത്തിയപ്പോൾ കത്തിയമർന്ന തറവാടിൻ്റെ മുറ്റത്ത് ചുവന്ന കണ്ണുകളുള്ള ആ ഭീകര രൂപം അവരെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. കത്തിയമർന്ന തറവാടിൻ്റെ മുറ്റത്ത് മഴ തോർന്നിരുന്നില്ല. ചാരവും ചെളിയും കലർന്ന മണ്ണിൽ ആര്യൻ ഉറച്ചു നിന്നു. അവൻ്റെ കൈകളിൽ ശിലയായി മാറിയ നീലാംബരിയുടെ തണുത്ത ശരീരം, മുന്നിൽ കറുത്തപ്പൻ്റെ വളർത്തുമൃഗമായ രക്തദാഹി, പകുതി മനുഷ്യനും പകുതി ചെന്നായയുമായ ആ രൂപത്തിൻ്റെ വായിൽ നിന്ന് ചോര കലർന്ന ഉമിനെറിറ്റു വീഴുന്നുണ്ടായിരുന്നു. ആര്യൻ, സൂക്ഷിക്കണം, ഇവൻ്റെ നഖങ്ങളിൽ മരണത്തിൻ്റെ വിഷമുണ്ട്. തിരുമേനി മുന്നറിയിപ്പ് നൽകി.
രക്തദാഹി ഒരു ഭീകരമായ ഗർജനത്തോടെ ആര്യന് നേരെ കുതിച്ചു. പക്ഷേ ആര്യൻ്റെ ഉള്ളിൽ ഇപ്പോൾ സാധാരണക്കാരനായ ഒരു ഡോക്ടറല്ല, 100 യുദ്ധങ്ങൾ ജയിച്ച രുദ്രൻ്റെ ആത്മാവാണുള്ളത്. അവൻ നീലാംബരിയെ ഒരു കൈ കൊണ്ട് ചേർത്ത് പിടിച്ച് മറ്റേ കൈ വായുവിൽ വീശി. അദൃശ്യമായ ഒരു ഊർജ്ജ തരംഗം രക്തദാഹിയെ പിന്നിലേക്ക് തെറിപ്പിച്ചു. ആര്യൻ്റെ കണ്ണുകളിൽ നീല വെളിച്ചം വീണ്ടും ജ്വലിച്ചു. നിന്റെ യജമാൻ്റെ അടുത്തേക്ക് തന്നെ പൊയ്ക്കോളൂ. ആര്യൻ്റെ ശബ്ദം ഇരമ്പി. അവൻ തൻ്റെ കയ്യിലിരുന്ന രക്തരത്നം വായുവിൽ ഉയർത്തി. രത്നത്തിൽ നിന്ന് പുറപ്പെട്ട ചുവന്ന രശ്മികൾ രക്തദാഹിയുടെ ശരീരത്തിൽ തറഞ്ഞു. ഒരു ദീനരോധനത്തോടെ ആ ഭീകരരൂപം പുകയായി മാറി അന്തരീക്ഷത്തിൽ അലിഞ്ഞു ചേർന്നു. നമുക്ക് അധികം സമയമില്ല, തിരുമേനി പറഞ്ഞു. നീലമലയിലെ ഗുഹയിലേക്ക് സൂര്യോദയത്തിന് മുമ്പ് എത്തണം, അല്ലെങ്കിൽ നീലാംബരി എന്നേക്കുമായി ശിലയായി മാറും. അവർ കാടിനുള്ളിലൂടെയുള്ള ദുർഘടമായ പാതയിലൂടെ യാത്ര തുടങ്ങി. ആര്യൻ നീലാംബരിയെ ചുമന്നുകൊണ്ട് വിശ്രമമില്ലാതെ നടന്നു. രുദ്രൻ്റെ ആത്മാവ് അവന് അതിനുള്ള കരുത്ത് നൽകുന്നുണ്ടായിരുന്നു. എങ്കിലും ഓരോ നിമിഷവും നീലാംബരിയുടെ ശരീരത്തിൻ്റെ ഭാരം കൂടി വരുന്നതായി അവന് തോന്നി. അവളുടെ ജീവൻ പതുക്കെയാ ശിലയ്ക്കുള്ളിൽ ഒടുങ്ങുകയാണ്. പാതിവഴിയിലെത്തിയപ്പോൾ കാടിൻ്റെ സ്വഭാവം മാറി. മരങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് പോലെ തോന്നിച്ചു. കാറ്റിൽ ആരോ പാടുന്ന പാട്ട് കേൾക്കാം. ഇത് വനദേവതമാരുടെ വിളയാട്ടമാണ്, ആരും തിരിഞ്ഞു നോക്കരുത്, തിരുമേനി പറഞ്ഞു. പെട്ടെന്ന് നീലാംബരിയുടെ കല്ലിച്ച കൈകളിൽ നിന്ന് ഒരു ചെറിയ ചലനം ആര്യൻ അനുഭവിച്ചു. അവൻ ആവേശത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ കണ്ണുകളിൽ നിന്ന് രക്തം പോലെ ചുവന്ന കണ്ണുനീർ ഒലിച്ചിറങ്ങുന്നു. ആര്യൻ, എന്നെ വിട്ടുപോകൂ, എനിക്ക് നിന്നെ കൂടെ നഷ്ടപ്പെടുത്താൻ വയ്യ. നീലാംബരിയുടെ ശബ്ദം അവൻ്റെ മനസ്സിൽ മാത്രം മുഴങ്ങി. ഇല്ല നീലാംബരി, 100 വർഷം മുമ്പ് നമ്മൾ തോറ്റുപോയിട്ടുണ്ടാകാം, പക്ഷേ ഇത്തവണ വിധിക്ക് നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ല, ആര്യൻ ഉറപ്പിച്ചു പറഞ്ഞു. അവർ നീലമലയുടെ താഴെ എത്തിയപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. മലയുടെ മുകളിൽ നിന്ന് ഒരു നീല വെളിച്ചം താഴേക്ക് ഒഴുകി വരുന്നു. അത് ഗുഹയിലേക്കുള്ള വഴിയാണ്. പക്ഷേ ആ വഴിയിൽ ആയിരക്കണക്കിന് കണ്ണാടികൾ വെച്ചിരിക്കുന്നു. ഇത് മായക്കണ്ണാടികളുടെ വഴിയാണ് ആര്യൻ. ഇതിലൂടെ നോക്കിയാൽ നമ്മുടെ കഴിഞ്ഞ കാലത്തെ പാപങ്ങളും പേടികളും നമുക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടും. നീ രുദ്രനായിരുന്നപ്പോൾ ചെയ്ത തെറ്റുകളും വിക്രമനായിരുന്നപ്പോൾ ചെയ്ത ചതികളും നിന്നെ വേട്ടയാടും. അതിൽ വീണുപോയാൽ നീലാംബരിയെ രക്ഷിക്കാൻ കഴിയില്ല. ആര്യൻ ഒരു ദീർഘശ്വാസമെടുത്തു. അവൻ കണ്ണാടികൾക്ക് മുന്നിലേക്ക് ചുവടുവെച്ചു. ആദ്യത്തെ കണ്ണാടിയിൽ കണ്ടത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന രുദ്രൻ. രണ്ടാമത്തെ കണ്ണാടിയിൽ നീലാംബരിയുടെ വിവാഹം നിശ്ചയിച്ചിരുന്ന വിച്ചുവിൻ്റെ മരണം. ഓരോ കണ്ണാടിയും ആര്യനെ മാനസികമായി തകർക്കാൻ ശ്രമിച്ചു. അവൻ്റെ ഉള്ളിലെ രുദ്രൻ വേദന കൊണ്ട് പുളഞ്ഞു. പക്ഷേ അവൻ നീലാംബരിയുടെ കല്ലിച്ച മുഖത്തേക്ക് നോക്കി. ആ മുഖത്തെ നിസ്സഹായ അവസ്ഥ അവന് കരുത്ത് നൽകി. കണ്ണടച്ച് വെറും വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ അവൻ മുന്നോട്ട് നടന്നു. ഒടുവിൽ അവർ ഗുഹാമുഖത്തെത്തി. ഗുഹയ്ക്കുള്ളിൽ രുദ്രൻ്റെ കുടുംബത്തിൻ്റെ കാവൽ ദൈവമായ കാലഭൈരവൻ്റെ പ്രതിമയുണ്ടായിരുന്നു. ആ രത്നം അവിടെ സമർപ്പിക്കൂ ആര്യൻ. ആര്യൻ രത്നവുമായി പ്രതിമയുടെ അടുത്തേക്ക് നീങ്ങിയപ്പോൾ പ്രതിമയുടെ പിന്നിൽ നിന്ന് ഒരു നിഴൽ രൂപം പുറത്തേക്ക് വന്നു. അത് നീലാംബരിയുടെ തന്നെ മറ്റൊരു രൂപമായിരുന്നു. പക്ഷേ അവളുടെ കണ്ണുകൾ കറുത്തതായിരുന്നു. രുദ്ര, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ രത്നം എനിക്ക് തരൂ, നമുക്ക് ഈ ലോകം ഭരിക്കാം. ആ നിഴൽ രൂപം അവനെ പ്രലോഭിച്ചു. ഗുഹാമുഖത്ത് പ്രകാശിക്കുന്ന ആ നീല വെളിച്ചത്തിൽ ആര്യൻ സ്തംഭിച്ചു നിന്നു. അവൻ്റെ കൈകളിൽ ശിലയായി മാറിയ തണുത്ത നീലാംബരി. എന്നാൽ മുന്നിൽ നിൽക്കുന്നത് അതേ രൂപം, അതേ ലാവണ്യം. പക്ഷേ അവളുടെ ചിരിയിൽ പ്രണയത്തിന് പകരം അധികാരത്തിൻ്റെ തമസായിരുന്നു. ആര്യൻ, അത് നീലാംബരിയല്ല, അത് രുദ്രൻ്റെ ഉള്ളിലെ പകയുടെയും നീലാംബരിയുടെ ഉള്ളിലെ ശാപത്തിൻ്റെയും ഒരുമിച്ചുള്ള രൂപമാണ്. അത് മായയാണ്, തിരുമേനി അലറി. മായാരൂപം ആര്യൻ്റെ അടുത്തേക്ക് വശ്യമായ ഭാവത്തോടെ നടന്നു വന്നു. നോക്കൂ ആര്യൻ, ഈ കല്ലിനേക്കാൾ മനോഹരമല്ലേ ഞാൻ? നീ ആ രത്നം എനിക്ക് തരൂ. രുദ്രൻ്റെ ശക്തിയും നിന്റെ അറിവും ചേർന്ന് നമുക്ക് മരണത്തെ പോലും തോൽപ്പിക്കാം. നീലാംബരിക്ക് ജീവൻ നൽകാൻ എനിക്ക് കഴിയും. ആര്യൻ്റെ മനസ്സ് ഒരു നിമിഷം പതറി. അവൻ്റെ ഉള്ളിലെ രുദ്രൻ ആ മായാരൂപത്തിൻ്റെ വാക്കുകളിൽ ആകൃഷ്ടനായി. രുദ്രന് തൻ്റെ കാമുകിയെ പഴയതുപോലെ കാണാനായിരുന്നു ആഗ്രഹം. ആര്യൻ്റെ കൈകൾ അറിയാതെ രത്നം ആ മായാരൂപത്തിന് നേരെ നീട്ടി. ആര്യൻ, അവളുടെ കണ്ണുകളിലേക്ക് നോക്കൂ. തിരുമേനിയുടെ ശബ്ദം ഗുഹയിൽ പ്രതിധ്വനിച്ചു. ആര്യൻ മായാരൂപത്തിൻ്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. അവ ശൂന്യമായിരുന്നു. ആത്മാവില്ലാത്ത കറുത്ത കീർത്തങ്ങൾ. അവൻ തൻ്റെ കൈകളിലെ കല്ലിച്ച നീലാംബരിയുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ കണ്ണുകളിൽ നിന്ന് ഉതിർന്ന ആ കല്ലിച്ച കണ്ണുനീർ തുള്ളികൾ അവൻ്റെ മുഖം തെളിഞ്ഞു കാണാമായിരുന്നു. അതാണ് യഥാർത്ഥ പ്രണയം. നീ എൻ്റെ നീലാംബരിയല്ല, ആര്യൻ ഗർജിച്ചു. അവൻ രത്നം മുറുകെ പിടിച്ച് കാലഭൈരവൻ്റെ പ്രതിമയുടെ പാദങ്ങളിലേക്ക് ഓടി.
മായാരൂപം ഭീകരമായ ഒരു നിലവിളിയോടെ വായുവിൽ അലിഞ്ഞു ചേർന്നു. ആര്യൻ രത്നരത്നം പ്രതിമയുടെ ഹൃദയഭാഗത്തുള്ള വിടവിലേക്ക് വെച്ചു. ആ നിമിഷം ഗുഹ ഒന്നാകെ കുലുങ്ങി. പ്രതിമയുടെ കണ്ണുകളിൽ നിന്ന് തീജ്വാലകൾ പുറപ്പെട്ടു. രത്നം അലിഞ്ഞ് ദ്രാവകമായി മാറി പ്രതിമയിലൂടെ ഒഴുകി. പെട്ടെന്ന് നീലാംബരിയുടെ ശരീരത്തിലെ ശിലാഭാവം മാറാൻ തുടങ്ങി. ചാരനിറം മാറി അവളുടെ ചർമ്മത്തിന് പഴയ നിറം തിരിച്ചു കിട്ടി. അവൾ ഒരു ദീർഘശ്വാസത്തോടെ ആര്യൻ്റെ കൈകളിലേക്ക് ബോധരഹിതയായി വീണു. പക്ഷേ വില കൊടുക്കേണ്ടി വന്നത് ആര്യനായിരുന്നു. രത്നം സമർപ്പിച്ചതോടെ രുദ്രൻ്റെ ആത്മാവും ആര്യൻ്റെ ശരീരവും തമ്മിലുള്ള ബന്ധം വേർപെട്ടു തുടങ്ങി. ആര്യൻ്റെ ശരീരം വല്ലാതെ തളർന്നു. അവൻ്റെ കണ്ണുകളിലെ നീലവെളിച്ചം അണഞ്ഞു. രുദ്രൻ്റെ ആത്മാവ് പതുക്കെ ഒരു പുകച്ചുരുളായി ആര്യൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു. രുദ്രൻ ഇപ്പോൾ ആര്യന് മുന്നിൽ ഒരു തേജസ്സുള്ള രൂപമായി നിൽക്കുന്നു. അവൻ്റെ മുഖത്തിപ്പോൾ പകയില്ല, പകരം ശാന്തി മാത്രം. നന്ദി ആര്യൻ, നീ എന്നെ ശാപത്തിൽ നിന്ന് മോചിപ്പിച്ചു. 100 വർഷം ഞാൻ കൊണ്ടു നടന്ന പക നീ നിന്റെ സ്നേഹം കൊണ്ട് ഇല്ലാതാക്കി. നീലാംബരി ഇനി നിനക്ക് സ്വന്തം. അവളെ പൊന്നുപോലെ നോക്കണം. രുദ്രൻ പതുക്കെ നീലാംബരിയുടെ നെറ്റിയിൽ തലോടി. അവൾ പതുക്കെ കണ്ണു തുറന്നു. രുദ്ര, നീലാംബരി വിതുമ്പി. വിടഭദ്ര, ഇനിയൊരു ജന്മം നമുക്കില്ല. നിന്റെ ഈ ജന്മം പ്രകാശപൂർണമാകട്ടെ. രുദ്രൻ്റെ രൂപം പതുക്കെ പ്രകാശത്തിലരിഞ്ഞു, ഇല്ലാതായി. ഗുഹയിലെ നീലവെളിച്ചം അണഞ്ഞു. സൂര്യൻ്റെ ആദ്യ കിരണങ്ങൾ ഗുഹാമുഖത്ത് പതിച്ചു. എല്ലാം അവസാനിച്ചു എന്ന് അവർ കരുതി. എന്നാൽ ഗുഹയുടെ ഇരുളടങ്ങിയ ഒരു മൂലയിൽ നിന്ന് ഒരു ചെറിയ മന്ത്രധ്വനി അപ്പോഴും കേൾക്കാമായിരുന്നു. കറുത്തപ്പൻ്റെ ഭസ്മത്തിൽ നിന്ന് ഒരു ചെറിയ തേള് പുറത്തേക്ക് വരുന്നത് ആരും കണ്ടില്ല. നീലമലയിലെ ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ആര്യനും നീലാംബരിയും ആശ്വാസത്തിൻ്റെ ഒരു ദീർഘശ്വാസം എടുത്തു. രുദ്രൻ്റെ ആത്മാവ് മോക്ഷം പ്രാപിച്ചു. ശാപം നീങ്ങിയെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു. തിരുമേനി ഗുഹാമുഖത്ത് നിന്ന് പ്രാർത്ഥനകൾ ഉരുവിട്ടുകൊണ്ട് അവരെ യാത്രയാക്കി. ആര്യൻ നീലാംബരിയെ ചേർത്ത് പിടിച്ചു. മാസങ്ങൾ നീണ്ട ഭീതിക്ക് അന്ത്യമായതായി അവർ കരുതി. എന്നാൽ അവർ മലയിറങ്ങുമ്പോൾ മരങ്ങൾക്കിടയിലൂടെ ഒരു കറുത്ത പുക അവരെ പിന്തുടരുന്നത് ആരും കണ്ടില്ല. 3 മാസങ്ങൾക്ക് ശേഷം തറവാട് പൂർണ്ണമായും കത്തി നശിച്ച സ്ഥലത്ത് ആര്യനും നീലാംബരിയും ചേർന്ന് ഒരു ചെറിയ വീട് പണിയാൻ തീരുമാനിച്ചു. ആ മണ്ണിലെ ശാപം നീങ്ങിയെന്ന് തിരുമേനി ഉറപ്പും നൽകിയിരുന്നു. പണികൾ നടക്കുമ്പോൾ ഒരു ദിവസം വൈകുന്നേരം അടിത്തറയ്ക്കായി മണ്ണ് മാറ്റുന്നതിനിടെ ഒരു തൊഴിലാളി നിലവിളിച്ചു. സാറേ, ഇവിടെ നോക്കൂ. ആര്യൻ ഓടിച്ചെന്ന് മണ്ണിൽ നിന്ന് ഒരു ചെമ്പ് തകിട് പുറത്തു വന്നിരിക്കുന്നു. അതിൽ വിചിത്രമായ ചില ലിപികൾ കൊത്തിവെച്ചിരുന്നു. ആര്യൻ അത് കയ്യിലെടുത്തപ്പോൾ അവൻ്റെ ഉള്ളം കൈ പുകയുന്നതുപോലെ തോന്നി. അവൻ പെട്ടെന്നത് താഴെയിട്ടു. അന്ന് രാത്രി നീലാംബരി ഉറക്കത്തിൽ വല്ലാതെ അസ്വസ്ഥയായി. അവൾ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. അത് മലയാളമായിരുന്നില്ല. 100 വർഷം പഴക്കമുള്ള ഏതോ ഭാഷയായിരുന്നു. ആര്യൻ അവളെ ഉണർത്താൻ ശ്രമിച്ചു. നീലാംബരി, എഴുന്നേൽക്കൂ. അവൾ കണ്ണു തുറന്നപ്പോൾ ആര്യൻ ഞെട്ടിപ്പോയി. അവളുടെ കണ്ണുകൾക്ക് സാധാരണ നിറമായിരുന്നു. പക്ഷേ അവളുടെ മുറിയിലാകെ പവിഴമല്ലി പൂക്കളുടെ അതിശക്തമായ ഗന്ധം പടർന്നിരുന്നു. രുദ്രം പോയിട്ടും ആ ഗന്ധം എങ്ങനെ വരുന്നു? ആര്യൻ, ആരോ എന്നെ വിളിക്കുന്നുണ്ട്. ആ മണ്ണിൽ നിന്ന് നിങ്ങളെടുത്ത ആ തകിട് അതവിടെ ഇരിക്കേണ്ടതല്ല, നീലാംബരി വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. ആര്യൻ ആ തകിട് പരിശോധിക്കാനെടുത്തു. പെട്ടെന്ന് ആ തകിടിലെ അക്ഷരങ്ങൾ ചുവന്ന നിറത്തിൽ തിളങ്ങാൻ തുടങ്ങി. ആര്യൻ്റെ ചെവികളിൽ ഒരു സ്ത്രീയുടെ പൊട്ടിച്ചിരി മുഴങ്ങി. അത് രുദ്രൻ്റേതായിരുന്നില്ല. അത് ഭീകരമായ മറ്റൊരു ശബ്ദമായിരുന്നു. അപ്പോഴാണ് ആര്യൻ ഒരു കാര്യം തിരിച്ചറിഞ്ഞത്. രുദ്രൻ ആ തറവാട്ടിൽ തളയ്ക്കപ്പെട്ടപ്പോൾ അവനെ തളയ്ക്കാൻ ഉപയോഗിച്ച ആ ചെമ്പ് തകിടിൽ രുദ്രൻ്റെ പ്രണയമല്ല, മറിച്ച് അവനെ ചതിച്ചവരുടെ ക്രൂരതയായിരുന്നു ആവാഹിച്ചിരുന്നത്. രുദ്രൻ പോയതോടെ ആ തകിടിലെ മന്ത്രശക്തി സ്വതന്ത്രമായിരിക്കുന്നു. പെട്ടെന്ന് വീടിൻ്റെ വാതിലിൽ ഒരാൾ മുട്ടി. ഈ പാതിരാത്രിയിൽ ആരായിരിക്കും? ആര്യൻ വാതിൽ തുറന്നു. പുറത്ത് നിൽക്കുന്നത് തിരുമേനിയല്ല, മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരു അപരിചിതൻ. അവൻ്റെ കയ്യിൽ ഒരു പഴയ ഓലക്കുടയുണ്ടായിരുന്നു. ആര്യൻ ഡോക്ടറെ, നിങ്ങൾ ആ തകിട് തുറന്നു വിട്ടത് വലിയൊരു തെറ്റായിപ്പോയി. രുദ്രൻ ഒരു കാവലായിരുന്നു. അവൻ പോയതോടെ ഈ മണ്ണിലെ യഥാർത്ഥ രാക്ഷസൻ ഉണർന്നിരിക്കുന്നു. ആ അപരിചിതൻ തൻ്റെ മുഖം ഉയർത്തി. അവൻ്റെ മുഖത്തിൻ്റെ പകുതി ഭാഗം വെന്തുരുകിയ നിലയിലായിരുന്നു. ആ അപരിചിതൻ്റെ വെന്തുരുകിയ മുഖം കണ്ട് ആര്യൻ 2 അടി പിന്നോട്ട് മാറി. നീലാംബരി ഭയന്ന് ആര്യൻ്റെ പിന്നിലൊളിച്ചു. പുറത്ത് കാറ്റ് ശക്തിയായി വീശാൻ തുടങ്ങി. പവിഴമല്ലി പൂക്കളുടെ ഗന്ധം മാറി. ഇപ്പോൾ അന്തരീക്ഷത്തിൽ കരിഞ്ഞ മാംസത്തിൻ്റെ അസഹ്യമായ നാറ്റം പടർന്നു. ആരാണ് നിങ്ങൾ? എന്തിനാണ് ഈ പാതിരാത്രിയിൽ ഇവിടെ വന്നത്? ആര്യൻ ശബ്ദം കടുപ്പിച്ച് ചോദിച്ചു. ആ മനുഷ്യനൊരു വല്ലാത്ത ചിരിയോടെ അകത്തേക്ക് നോക്കി. എൻ്റെ പേര് ചാത്തൻകുട്ടി. ഈ തറവാട്ടിലെ പഴയ കാര്യസ്ഥൻ്റെ പരമ്പരയിൽപ്പെട്ടവൻ. രുദ്രനെ തളയ്ക്കാൻ ആ ചെമ്പ് തകിട് മണ്ണിൽ കുഴിച്ചിട്ടത്
എൻ്റെ മുത്തശ്ശനാണ്. ഡോക്ടറെ, നിങ്ങൾ കരുതിയത് രുദ്രനായിരുന്നു ഇവിടുത്തെ വില്ലൻ എന്നല്ലേ? എന്നാ തെറ്റി. രുദ്രൻ ഈ മണ്ണിനെ കാത്ത കാവൽക്കാരനായിരുന്നു. ആ തകിടിൽ ആവാഹിച്ചിരുന്നത് രുദ്രനെയല്ല, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ തറവാട്ടിലെ കാരണവന്മാർ കൊന്നു തള്ളിയ ഒരു യക്ഷിയുടെ ക്രോധത്തെയായിരുന്നു. ആര്യൻ്റെ കയ്യിലിരുന്ന തകിട് പെട്ടെന്ന് ചുട്ടുപഴുക്കാൻ തുടങ്ങി. അവനത് തറയിലേക്ക് എറിഞ്ഞു. തറയിൽ വീണ തകിടിൽ നിന്ന് കറുത്ത പുക ഉയർന്നു. അത് പതുക്കെ ഒരു സ്ത്രീയുടെ രൂപം കൈക്കൊള്ളാൻ തുടങ്ങി. വീടിൻ്റെ ഭിത്തികളിൽ നഖങ്ങൾ കൊണ്ട് മാന്തുന്ന ശബ്ദം കേട്ടു തുടങ്ങി. നീലാംബരി പെട്ടെന്ന് ശാന്തയായി. പക്ഷേ അവളുടെ മുഖത്തൊരു വല്ലാത്ത പുഞ്ചിരി വിരിഞ്ഞു. അവൾ ആര്യനെ നോക്കി. ഒരപരിചിതയെപ്പോലെ സംസാരിച്ചു. അവൻ പോയി. ഇനി ഈ മണ്ണ് എൻ്റേതാണ്. ആ തകിട് തിരിച്ചിടണം. അല്ലെങ്കിൽ നേരം വിളക്കുമ്പോഴേക്കും ഈ തറവാടിൻ്റെ അതിർത്തിക്കുള്ളിലുള്ള സകല ജീവനും അവൾ കവരും. ചാത്തൻകുട്ടി നിലവിളിച്ചു. ആര്യൻ ആലോചിച്ചു. തിരുമേനിയെ വിളിക്കാൻ സമയമില്ല. താൻ തന്നെ എന്തെങ്കിലും ചെയ്യണം. അവൻ ആ ചെമ്പ് തകിട് വീണ് കയ്യിലെടുത്തു. പൊള്ളുന്ന വേദന സഹിച്ചുകൊണ്ട് അവനത് പഴയ കുഴിയിലേക്ക് ഓടി. പിന്നിൽ നീലാംബരിയുടെ അലർച്ച കേൾക്കാമായിരുന്നു. അവൾ സാധാരണ നീലാംബരിയല്ല. ആ രാക്ഷസ രൂപത്തിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു അവൾ. മണ്ണിലെ കുഴിക്കടുത്ത് എത്തിയപ്പോൾ ആര്യം കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു. കുഴിയിൽ നിന്ന് ചുവന്ന നിറത്തിൽ ദ്രാവകം തിളച്ചുയരുന്നു. നിനക്കെന്നെ തളയ്ക്കാനാവില്ല. ആകാശത്ത് നിന്ന് ഒരു സ്ത്രീ ശബ്ദം മുഴങ്ങി. ആര്യൻ്റെ ഉള്ളിൽ ഭയന്നിറങ്ങിയെങ്കിലും കൈകളിലെ ആ ചെമ്പ് തകിട് അവൻ മുറുക്കി പിടിച്ചു. ആ തകിടിലെ അക്ഷരങ്ങൾ ഇപ്പോൾ സ്വർണ്ണ നിറത്തിൽ തിളങ്ങുന്നുണ്ടായിരുന്നു. നീലാംബരിയുടെ രൂപത്തിൽ ആ രാക്ഷസ ശക്തി അവന് തൊട്ടു പിന്നിലെത്തി. അവളുടെ കണ്ണുകൾ കനൽ പോലെ ചുവന്നിരുന്നു. ആ തകിട് എനിക്ക് തകരൂ. അവൾ അലറിക്കൊണ്ട് ആര്യൻ്റെ നേരെ കൈനീട്ടി. കുഴിയിലെ ചുവന്ന ദ്രാവകം ആര്യൻ്റെ കാലുകൾക്ക് ചുറ്റും ഒഴുകാൻ തുടങ്ങി. ചൂട് അസഹനീയമായിരുന്നു. പക്ഷേ ആര്യൻ തളർന്നില്ല. അവൻ തകിട് ഉയർത്തിപ്പിടിച്ച് ഉറക്കെ വിളിച്ചു പറഞ്ഞു, നീലാംബരി, ഇത് നീയല്ല. നിന്നിലെ തിന്മയെ ഞാൻ തളയ്ക്കും. തകിട് കുഴിയിലേക്ക് എറിയുന്നതിന് പകരം ആര്യൻ അത് തൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചു. പെട്ടെന്നൊരു വലിയ പ്രകാശം അവിടെ പടർന്നു. ആ ചുവന്ന ദ്രാവകം പെട്ടെന്ന് കറുത്ത പുകയായി മാറി. നീലാംബരിയുടെ ഉള്ളിലുണ്ടായിരുന്ന ആ രാക്ഷസ രൂപം ഒരു നിഴലായി പുറത്തേക്ക് തെറിച്ചു. ആ നിഴൽ ആര്യനെ ആക്രമിക്കാൻ മുതിർന്നപ്പോൾ ആര്യൻ കയ്യിലുണ്ടായിരുന്ന തകിട് കുഴിയിലേക്ക് ആഴ്ത്തി. അന്ത്യം. ഭൂമിയൊന്ന് കുലുങ്ങി. കുഴിയിൽ നിന്ന് ഉയർന്ന പ്രകാശം ആ നിഴലിനെ വിഴുങ്ങി. ഒരു നിമിഷം നിശബ്ദത പടർന്നു. ചുവന്ന ദ്രാവകം അപ്രത്യക്ഷമായി. മണ്ണ് പഴയതുപോലെയായി. നീലാംബരി ബോധരഹിതയായി നിലത്ത് വീണു. അവളുടെ മുഖത്തെ അഭീകരത മാറി. പഴയ ശാന്തത തിരിച്ചു വന്നു. ആര്യൻ കിതപ്പോടെ അവിടെ ഇരുന്നു. അവൻ്റെ കയ്യിലെ പൊള്ളൽ മാറിയിരുന്നു. പക്ഷേ ആ ചെമ്പ് തകിട് എന്നേക്കുമായി മണ്ണിൽ ലയിച്ചു ചേർന്നു. ദൂരെ നിന്ന് തിരുമേനിയുടെ ശബ്ദം കേൾക്കാമായിരുന്നു. നേരം വെളുക്കുകയാണ്. ദുസ്വപ്നം പോലെ കടന്നുപോയ ആ രാത്രിക്ക് അന്ത്യമായി. തിരുമേനി ഓടിയെത്തിയപ്പോൾ കണ്ടത് ശാന്തമായി ഉറങ്ങുന്ന നീലാംബരിയെയും തളർന്നിരുന്ന ആര്യനെയുമാണ്. ആ കുഴി പൂർണ്ണമായി മൂടപ്പെട്ടിരുന്നു. തകിട് അവിടെ അപ്രത്യക്ഷമായതോടെ എല്ലാം അവസാനിച്ചുവെന്ന് എല്ലാവരും കരുതി. ആഴ്ചകൾ കടന്നുപോയി. നീലാംബരി പഴയതുപോലെ ചിരിക്കാനും സംസാരിക്കാനും തുടങ്ങി. ആ രാത്രിയിലെ കാര്യങ്ങളൊന്നും അവൾക്ക് ഓർമ്മയില്ലായിരുന്നു. പക്ഷേ ആര്യൻ അവളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ആര്യൻ്റെ കയ്യിലെ ആ പൊള്ളൽ അടയാളം മാഞ്ഞില്ല. പകരം അത് ചെറിയ തകിടിൻ്റെ ആകൃതിയിൽ അവൻ്റെ കയ്യിൽ തെളിഞ്ഞു നിന്നു. രാത്രികളിൽ ആ അടയാളം നേരിയ രീതിയിൽ മിന്നിത്തിളങ്ങാൻ തുടങ്ങി. ഒരു ദിവസം വൈകുന്നേരം നീലാംബരി പൂമുഖത്തിരുന്ന് പാട്ട് പാടുകയായിരുന്നു. ആര്യൻ അവിടേക്ക് ചെന്നപ്പോൾ അവൾ പെട്ടെന്ന് പാട്ട് നിർത്തി അവനെ നോക്കി ഒന്ന് ചിരിച്ചു. ആ ചിരിയിൽ പഴയ ആ രാക്ഷസ രൂപത്തിൻ്റെ ഒരു നിഴലുള്ളതുപോലെ അവന് തോന്നി. നീലാംബരി എഴുന്നേറ്റ് പോയപ്പോൾ അവൾ ഇരുന്ന തറയിൽ ആ ചുവന്ന ദ്രാവകത്തിൻ്റെ ഒരു ചെറിയ തുള്ളി അവശേഷിച്ചിരുന്നു. അത് പതിയെ മണ്ണിലേക്ക് താഴുന്നത് കണ്ട് ആര്യൻ്റെ നെഞ്ച് പടപടാ ഇടിച്ചു. ആ തുള്ളി ദ്രാവകം മണ്ണിൽ ലയിച്ചു ചേർന്നതോടെ പ്രകൃതി വീണ്ടും ശാന്തമായി. ആര്യൻ തൻ്റെ കയ്യിലെ ആ അടയാളത്തിലേക്ക് ഒരിക്കൽ കൂടി നോക്കി. അത് പതിയെ മാഞ്ഞു പോകുന്നത് അവൻ കണ്ടു. തിന്മയുടെ അവസാന അംശവും ഭൂമി ഏറ്റെടുത്തു കഴിഞ്ഞിരുന്നു. നീലാംബരി തിരിഞ്ഞു നോക്കി. ആര്യനെ നോക്കി ഒന്നുകൂടി ചിരിച്ചു. ഇത്തവണ ആ ചിരിയിൽ പഴയ സ്നേഹം മാത്രമായിരുന്നു. അവർ രണ്ടുപേരും ആ പഴയ തറവാടിൻ്റെ പടികൾ ഇറങ്ങി നടന്നു. പിന്നിൽ ആ തറവാട് ഒരു നിശബ്ദ സാക്ഷിയായി നിലകൊണ്ടു. പൂർണ്ണമാകുന്നു. കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.